രാത്രി നമ്മൾ കാണുന്ന ആകാശം ശാന്തമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ചില മിസ്റ്റേക്കുകളുണ്ട്. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ അനുഭവപ്പെടുന്ന സൈലൻസും ഒരു ഫ്രീസായി നിൽക്കുന്ന അവസ്ഥയുമെല്ലാം പ്രപഞ്ചം നമുക്ക് നേരെ വച്ച് നീട്ടുന്ന ഏറ്റവും വലിയ കള്ളമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ യുദ്ധകളത്തിന് നടുവിൽ ഇങ്ങനെ നിന്നതിന് ശേഷം ദൂരെ നിന്നുള്ള പീരങ്കി ഒച്ചകൾ കേൾക്കാതെ ആകാശത്തിലെ വെടിക്കെട്ട് കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് നമ്മൾ. പ്രപഞ്ചം ഒരു നിമിഷം പോലും നിശ്ചലമല്ല. അവിടെ നക്ഷത്രങ്ങൾ ജനിക്കുന്നു, നക്ഷത്രങ്ങൾ മരിക്കുന്നു, ഗാലക്സികൾ കൂട്ടിമുട്ടുന്നു, സ്പേസ് തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു. എന്നിട്ടും നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ എല്ലാം ഒരു നിശ്ചല ചിത്രം പോലെ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് അത്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന നമ്മുടെ കാഴ്ചയുടെ പരിമിതികളെക്കുറിച്ചും ആകാശം നമ്മളോട് പറയുന്ന മനോഹരമായിട്ടുള്ള കള്ളങ്ങളെക്കുറിച്ചുമാണ്. നമ്മുടെ തലച്ചോറ് പ്രപഞ്ചത്തെ കാണുന്നത് അത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയല്ല, മറിച്ച് നമുക്ക് അതിജീവിക്കാൻ, അതായത് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ മാത്രമാണ്. ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിനിടയിൽ മനുഷ്യൻ്റെ കണ്ണ് പരിണമിച്ച് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് കാട്ടിലെ പുള്ളിപ്പുലികളെ കണ്ടെത്താനും മരത്തിലെ പഴങ്ങൾ തിരിച്ചറിയാനും ഒക്കെയാണ്, അല്ലാതെ ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തേക്കുള്ള നക്ഷത്രങ്ങളുടെ കൃത്യമായ ദൂരം അളക്കാനല്ല. നമ്മുടെ റെറ്റിനയിൽ ദശലക്ഷക്കണക്കിന് ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉണ്ട്. പക്ഷേ ഇവയ്ക്ക് പ്രകാശത്തിൻ്റെ വളരെ ചെറിയ ഒരളവ് മാത്രമേ പിടിച്ചെടുക്കാൻ പറ്റൂ. രാത്രിയിൽ നമ്മൾ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ആ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന ഫോട്ടോണുകൾ നമ്മുടെ കണ്ണിൽ പതിയുന്നുണ്ട്. പക്ഷേ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം നമ്മുടെ തലച്ചോറിന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന ഹിമാലയ പർവ്വതവും അടുത്തുള്ള ഒരു കുന്നും ഒരു പെയിൻറ്റിങ്ങിൽ ഒരേ നിരപ്പിൽ ഇരിക്കുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള നക്ഷത്രങ്ങളും നമുക്ക് എല്ലാവരും ഒരേ ദൂരത്തിൽ ഒരു കറുത്ത തുണിയിൽ തുന്നിച്ചേർത്ത മുത്തുകൾ പോലെയാണ് ഫീൽ ചെയ്യുക. സോ ഇതിനെ ഇംഗ്ലീഷിൽ ഫ്ലാറ്റനിങ് ഓഫ് പെർസ്പെക്റ്റീവ് എന്ന് വിളിക്കും. അതായത് നമ്മുടെ തലച്ചോറ് 3D വലിപ്പത്തെ ഒരു 2D ചിത്രമായിട്ട് കംപ്രസ് ചെയ്യുന്നു. ഇന്ന് നഗരങ്ങളിൽ ജീവിക്കുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തിക്ക് ആകാശത്തേക്ക് നോക്കിയാൽ പരമാവധി 50 അല്ലെങ്കിൽ 100 നക്ഷത്രങ്ങളെ മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ വെളിച്ചമില്ലാത്ത ഒരു ഗ്രാമത്തിലോ ഒരു മരുഭൂമിയിലോ പോയി നിന്നു കഴിഞ്ഞാൽ 5000-ലധികം നക്ഷത്രങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും. ഇതിനേക്കാൾ ഭീകരമായൊരു സത്യമുണ്ട്. നമ്മുടെ പൂർവികർ കണ്ടിരുന്ന ആകാശം ഇന്നത്തെ പോലെയുള്ള ആകാശമല്ല. പണ്ട് കാലത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇല്ലാതിരുന്ന സമയത്ത് മിൽക്കി വേ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സിയുടെ ആ ഒരു ഭാഗം, നമ്മൾ കാണുന്ന ഭാഗം ഒരു വെളുത്ത പുകയൊന്നുമല്ല, മറിച്ച് ആകാശത്തെ നെടുകെ പിളർന്നുകൊണ്ടൊഴുകുന്ന ഒരു വജ്രമാല പോലെയായിരുന്നു. അന്ന് മനുഷ്യർക്ക് ആകാശവുമായിട്ട് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരുന്നു. ഇന്ന് നമ്മുടെ നഗരങ്ങളിലെ തെരുവ് വിളക്കുകളും LED ലൈറ്റുകളും ആകാശത്തേക്ക് പ്രകാശം പരത്തി നക്ഷത്രങ്ങളെ മായ്ക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ സ്കൈ ഗ്ലോ എന്ന് വിളിക്കുന്നത്. നമ്മൾ പ്രപഞ്ചത്തെ മറന്നതല്ല, പ്രപഞ്ചത്തെ കാണാൻ കഴിയാത്ത വിധം പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ് നമ്മൾ. ഈ പ്രകാശ മലിനീകരണം കാരണം പ്രപഞ്ചവുമായിട്ടുള്ള നമ്മുടെ ജൈവികമായിട്ടുള്ള ബന്ധമാണ് അറ്റുപോകുന്നത്. മനുഷ്യൻ ഇപ്പോഴും എപ്പോഴും കഥകൾ ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. ശാസ്ത്രം അധികം വളരാതിരുന്ന കാലത്ത് ആകാശത്തെ വെളുത്ത പാതയെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ തന്നെ വ്യാഖ്യാനിച്ചു. ഗ്രീക്കുകാർ ഇതിനെ ഗാലക്സിയ സ്കൈക്ലോസ് എന്നാണ് വിളിച്ചത്. സിയൂസ് ദൈവത്തിൻ്റെ പത്നിയായ ഹീര ഉറങ്ങിക്കിടക്കുമ്പോൾ ഹെർക്കുലീസ് പാല് കുടിക്കുകയും അത് ചിതറി ആകാശത്ത് വീണപ്പോൾ ഉണ്ടായ പാതയാണ് മിൽക്കി വേ എന്നുമാണ് ഗ്രീക്കുകാരുടെ വിശ്വാസം. ഇതിൽ നിന്നാണ് ഗാലക്സി എന്ന വാക്കുണ്ടാകുന്നത്. എന്നാൽ ഇന്ത്യൻ ഒരു പെർസ്പെക്റ്റീവിലേക്ക് വന്നാൽ നമ്മൾ ഇതിനെ ആകാശഗംഗ എന്ന് വിളിക്കുന്നു. സ്വർഗത്തിലൂടെ ഒഴുകുന്ന ഗംഗാനദി ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുൻപുള്ള ഫോമാണെന്ന് നമ്മുടെ പൂർവികർ കരുതി. പക്ഷേ ചൈനയിൽ ഇതിനെ സിൽവർ റിവർ എന്നാണ് വിളിക്കുന്നത്. പ്രണയിനികളെ വേർതിരിക്കുന്ന ഒരു പുഴയായിട്ടാണ് അവരിതിനെ കാണുന്നത്. ഇത്തരം സ്റ്റോറീസിലെല്ലാം പൊതുവായൊരു കാര്യമുണ്ട്. ആകാശത്ത് കാണുന്നത് വെറും ഒരു പുകയല്ല, മറിച്ച് ദിവ്യമായ ഒന്നാണെന്ന് അവർ തിരിച്ചറിയുന്നു. ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്ലാൻ ഇല്ലാതെ ആരോ ഉപ്പ് വിതറിയതുപോലെ നക്ഷത്രങ്ങൾ ചിതറിക്കിടക്കുന്നു എന്നാണ് നമുക്കിപ്പോഴും തോന്നുക. ഈ ഒരു ഫീലിങ്ങിനെയാണ് അപ്പാരൻ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. ആക്ച്വലി ഗാലക്സിയിലെ ഓരോ നക്ഷത്രവും ഗ്രാവിറ്റി എന്ന കൃത്യമായ നിയമത്തിന് കീഴ്പ്പെട്ടാണ് ചലിക്കുന്നത്. നക്ഷത്രങ്ങൾ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നത് പോലെ തോന്നാനുള്ള കാരണം നാം നിൽക്കുന്ന ആംഗിളാണ്. ഒരു വലിയ വനത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരാൾക്ക് മരങ്ങൾ ഒരു ക്രമവുമില്ലാതെ നിൽക്കുന്നത് പോലെയായിരിക്കും തോന്നുക. പക്ഷേ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മരങ്ങൾക്കിടയിലെ വഴികളും ക്രമവും ഒക്കെ മനസ്സിലാവും. നമ്മൾ ഗാലക്സിക്ക് ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓർഡർ മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാം ഒരു കറുത്ത പ്രതലത്തിലെ തീപ്പൊരികൾ പോലെയാണ് കാണുക. നമ്മുടെ കണ്ണുകൾക്ക് ഒരു ആംഗുലാർ റെസല്യൂഷൻ ഉണ്ട്.
ഏകദേശം ഒരു ആർക്ക് മിനിറ്റ് എന്ന് പറയും. അതായത് രണ്ട് വസ്തുക്കളെ പരസ്പരം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണണമെങ്കിൽ അവയ്ക്കിടയിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവണം. അതിൽ കുറവായിട്ടുള്ള രീതിയിൽ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവയെ ഡിസ്റ്റിങ്റ്റീവായിട്ട് കാണാൻ പറ്റില്ല. ഇതിനർത്ഥം രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ നമ്മൾ കാണുന്ന അകലം നമ്മുടെ ഈ കാണാൻ പറ്റുന്ന കണ്ണിൻ്റെ ആർക്ക് മിനിറ്റ്, ഒരു ആർക്ക് മിനിറ്റിനും താഴെയാണെങ്കിൽ ഈ രണ്ട് ഡിസ്റ്റൻസിലുള്ള രണ്ട് സ്റ്റാർസിനെ നമ്മൾ ഒറ്റ പോയിൻ്റായിട്ട് മാത്രമേ കാണൂ. മിൽക്കി വേ ഒരു വെളുത്ത പുക പോലെ ഇരിക്കാനുള്ള കാരണം ഇതാണ്. ബി നമ്മൾ നോക്കുമ്പോൾ ഒരു നക്ഷത്രം ഒരു 500 പ്രകാശവർഷം അകലെയായിരിക്കും. അതിൻ്റെ പുറകിൽ ജസ്റ്റ് മാറി 1000 പ്രകാശവർഷം അകലെ മറ്റൊരു സ്റ്റാർ ഉണ്ടാവും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും വളരെ അടുത്തുകൂടി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. വളരെ ക്ലോസും അത് ഒരു ആർക്ക് മിനിറ്റ് താഴെയുമാണെങ്കിൽ ഇവ രണ്ടിനെയും ഒറ്റ സ്റ്റാറായിട്ട് തോന്നും. ഇതുപോലെ കുറേ സ്റ്റാറുകൾ ചിതറിക്കിടക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ചേർന്ന് ഒരൊറ്റ ഫ്ലോ ആണെന്ന് കണക്കാക്കും. അത്രയധികം നക്ഷത്രങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നു എന്നുള്ള ഫീലാണ് സത്യത്തിൽ മിൽക്കി വേ കാണുമ്പോൾ നമുക്കുണ്ടാവുക. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഫോട്ടോ ബ്ലെൻഡിങ് എന്ന് പറയും. നമ്മുടെ റെറ്റിനയിലെ കോശങ്ങൾക്ക് ഒരു പ്രത്യേക റീഫ്രഷ് റേറ്റ് ഉണ്ട്. രാത്രിയിൽ പ്രകാശം കുറവായതുകൊണ്ട് കണ്ണ് കൂടുതൽ പ്രകാശത്തെ ആഗിരണം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ ദൂരെയുള്ള നക്ഷത്രങ്ങളിൽ നിന്നുള്ള വെളിച്ചം പരസ്പരം ബ്ലെൻഡാവും, കലരും. അങ്ങനെ നക്ഷത്രങ്ങളുടെ കൃത്യമായിട്ടുള്ള എഡ്ജസ്, വശങ്ങൾ നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയില്ല. ഈ ഒരു റെസ്ട്രിക്ഷൻ കാരണമാണ് ടെലിസ്കോപ്പ് ഇല്ലാതെ ഗാലക്സിയുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് കണ്ടെത്താൻ പറ്റാത്തത്. മനുഷ്യൻ്റെ തലച്ചോറിനൊരു ശീലമുണ്ട്. അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കും. ഇതിനെയാണ് പാരാഡോളിയ എന്ന് വിളിക്കുന്നത്. ആകാശത്തെ നക്ഷത്രങ്ങളെ കോർത്തിട്ട് നമ്മൾ വേട്ടക്കാരനെയും തേളിനെയും സിംഹത്തിനെയും ഒക്കെ ഇങ്ങനെയാണ് യോജിപ്പിച്ച് കണ്ടെത്തുന്ന പാറ്റേൺ റെക്കഗ്നിഷൻ. പക്ഷേ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഓറിയോൺ കോൺസ്റ്റലേഷനിലെ നക്ഷത്രങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരേ നിരപ്പിലുള്ള സ്ഥാനമല്ല ഉള്ളത്. അതിലെ ഒരു നക്ഷത്രം നമ്മളിൽ നിന്ന് 600 പ്രകാശവർഷം അകലെയായിരിക്കും. മറ്റൊരു നക്ഷത്രം ഈ നക്ഷത്രവും ഭൂമിയും തമ്മിലുള്ള അകലത്തേക്കാൾ ദൂരെ വേറെ ഏതോ സൈഡിലായിരിക്കും. അപ്പോൾ ഇവർ പരസ്പരം പ്രകാശവർഷം അകലെയുണ്ടെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഇവ ഒരു പ്ലെയിനിൽ നിൽക്കുന്നത് പോലെ തോന്നും. അതായത് നമ്മുടെ തലച്ചോറിന് ഒരുപാട് ദൂരെയുള്ള രണ്ട് വസ്തുക്കളെ ഒരേ ബാക്ക്ഡ്രോപ്പിൽ നിൽക്കുന്നത് പോലെ യോജിപ്പിക്കാനാണ് താല്പര്യം. പക്ഷെ നമ്മൾ കാണുന്ന നക്ഷത്ര രൂപങ്ങൾ വെറും ജിയോമെട്രിക്കൽ ആക്സിഡൻസ് മാത്രമാണ്. നമ്മളൊരു വേട്ടക്കാരനെയോ ഒരു സപ്തർഷിയോ ആകാശത്ത് കണ്ടു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു രൂപമോ അവയുടെ സ്ട്രക്ചറിന് നമ്മളെ സ്വാധീനിക്കാനോ ഉള്ള കഴിവില്ല. 1000 പ്രകാശവർഷമൊക്കെയാണ് ശരാശരി ഒരു നക്ഷത്രം വരിക. നമ്മൾ ആ നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ നമ്മൾ ജനിച്ചു എന്നുള്ള വിവരം പ്രകാശവേഗത്തിൽ ആ നക്ഷത്രത്തിലെത്താൻ 1000 വർഷം എടുക്കും. അപ്പോൾ ആ നക്ഷത്രം നമ്മളെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ ജനിച്ച് ജീവിച്ച് മരിച്ച് പിന്നെയും 900 വർഷം കഴിഞ്ഞായിരിക്കും ആ നക്ഷത്രത്തിലേക്ക് സിഗ്നൽ എത്തുക എന്നർത്ഥം. അതായത് നമ്മുടെ പൂർവികർ ആസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷമൊക്കെ കണ്ടെത്തിയത് ഭൂമിയിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ ആ പരിമിതിയിൽ നിന്ന് മാത്രമാണ്. ഭാരതം മുതൽ മായൻ സംസ്കാരം വരെ നക്ഷത്രങ്ങളെ കൃത്യമായിട്ട് നിരീക്ഷിച്ചിരുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങളുള്ളത്. അന്നത്തെ മനുഷ്യരുടെ കയ്യിൽ ടെലസ്കോപ്പ് ഇല്ല, പക്ഷേ അവർക്ക് ആവശ്യം പോലെ ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പല ജനറേഷൻസ് ആയിട്ട് ആകാശത്തെ ഇങ്ങനെ നോക്കി ചന്ദ്രൻ്റെ രൂപമാറ്റവും യാത്രയും നക്ഷത്രങ്ങളുടെ സ്ഥാനവും വെച്ച് അവർ കലണ്ടർ ഉണ്ടാക്കി. ഋതുക്കൾ മാറുന്നത് അവർ നക്ഷത്രങ്ങളെ നോക്കി പ്രെഡിക്റ്റ് ചെയ്തു. സത്യത്തിൽ നക്ഷത്രങ്ങൾ നമുക്കൊരു ഗൈഡായിരുന്നു. പക്ഷേ ഈ നിരീക്ഷണങ്ങളിലെല്ലാം ഉണ്ടായിരുന്നൊരു വലിയ തെറ്റാണ് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നുള്ളത്. ഈ ഒരു അന്ധവിശ്വാസത്തിൽ നിന്നാണ് ശാസ്ത്രത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. രാത്രി ആകാശത്തെ ഏറ്റവും വലിയ ചതി എന്താണെന്ന് ചോദിച്ചാൽ അത് നക്ഷത്രങ്ങൾ അവിടെ അനങ്ങാതെ നിൽക്കുന്നു എന്നുള്ള തോന്നലാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത് പറഞ്ഞിരുന്നു. സ്റ്റാറ്റിക് സ്കൈ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് സത്യത്തിൽ പല സംസ്കാരങ്ങളെയും ഭാഷയും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. പല കൾച്ചറുകളിലും മാറാത്ത നക്ഷത്രങ്ങളെപ്പോലെ എന്നൊക്കെ ഉപമിക്കാറുണ്ട്. പക്ഷേ സത്യം ഇതിൽ നിന്ന് വിപരീതമാണ്. നമ്മുടെ ഗാലക്സിയിലെ ഓരോ നക്ഷത്രവും മണിക്കൂറിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂര്യൻ തന്നെ സെക്കൻഡിൽ 230 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത്രയും വലിയ വേഗതയിൽ നക്ഷത്രങ്ങൾ പാഞ്ഞു പോയിട്ടും അവ ആകാശത്ത് ഒരിടത്ത് തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇതിനെയാണ് ടെമ്പറൽ പാരാലിസിസ് എന്ന് വിളിക്കുന്നത്. ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ദൂരെ ആകാശത്തു കൂടി പോകുന്നൊരു വിമാനത്തെ നമ്മൾ നമ്മുടെ സ്ഥലത്തിരുന്നു കൊണ്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും വിമാനം ഇവിടെ നിന്ന് കുറേ സമയം എടുത്ത് പറന്ന് അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം പോകാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. എന്നാൽ അതേ വിമാനം നമ്മുടെ തൊട്ട് മുന്നിലൂടെയാണ് പറക്കുന്നതെങ്കിൽ കണ്ണ് വെട്ടി തുറക്കുന്ന സമയം കൊണ്ട് അത് മായും. ഏകദേശം 350 മുതൽ 500 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് വിമാനങ്ങൾ പറക്കുക. അത്രയും വേഗത്തിൽ ഒരു വസ്തു സഞ്ചരിക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നക്ഷത്രങ്ങൾ നമ്മളിൽ നിന്ന് പ്രകാശവർഷം അകലെ ആയതുകൊണ്ട് തന്നെ അവരുടെ ചലനം നമുക്ക് തിരിച്ചറിയാൻ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ആവശ്യമുണ്ടാവും.
അതായത് ഒരു 80 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രപഞ്ചം ഒരു ഫ്രീസ്ഡ് ഫ്രെയിം പോലെ അനങ്ങാതെ നിൽക്കുന്നതായിട്ട് തോന്നും. അതായത് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒരു നിമിഷത്തെ സ്ക്രീൻഷോട്ട് മാത്രമേ കാണുന്നുള്ളൂ. അത്രയും സ്മോളാണ് നമ്മുടെ ജീവിതം. അല്ലാതെ പ്രപഞ്ചത്തെ നമ്മളൊരു സിനിമ പോലെയല്ല കാണുന്നത്. നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ നാം കാണുന്നത് പ്രപഞ്ചത്തിൻ്റെ വർത്തമാന കാലത്തെ അല്ല, അതായത് പ്രസൻറ്റ് ടെൻസിലുള്ളൊരു കാലത്തെ അല്ല, മറിച്ച് അതിൻ്റെ പാസ്റ്റ് ആണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അതായത് പ്രകാശം സഞ്ചരിക്കാൻ കുറച്ച് സമയമെടുക്കും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സ്പീഡാണ്. സ്വിച്ചിട്ടാൽ ഉടനെ ലൈറ്റ് എത്തുന്നു, പ്രകാശത്തെ ഓടി തോപ്പിക്കാൻ പറ്റില്ല. പക്ഷേ പ്രകാശ വേഗതയിൽ ഭൂമി ചുറ്റാൻ തുടങ്ങിയ ഒരു സെക്കൻഡിൽ നമ്മൾ 7 തവണയിലധികം, ഒരു 7.5 തവണ വരെ ഭൂമിയെ ചുറ്റാൻ പറ്റും. മാത്രമല്ല, പെട്ടെന്ന് സൂര്യൻ്റെ പ്രകാശം അണഞ്ഞു പോയി കഴിഞ്ഞാൽ, നിന്ന് നിൽപ്പിന് സൂര്യൻ അപ്രത്യക്ഷമായാൽ 8 മിനിറ്റ് വരെ സൂര്യപ്രകാശം ഇങ്ങ് വന്നുകൊണ്ടിരിക്കും. അതായത് സൂര്യൻ അപ്രത്യക്ഷമായി 8 മിനിറ്റ് കഴിഞ്ഞേ നമ്മൾ അറിയൂ എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് സൂര്യനിൽ നിന്ന് വ്യാഴത്തിലേക്ക് പ്രകാശരശ്മി എത്തിച്ചേരാൻ 45 മിനിറ്റ് എടുക്കും. അപ്പോൾ അത്തരത്തിൽ പ്രകാശവേഗത്തിൽ വ്യാഴത്തിലേക്ക് നമ്മൾ സൂര്യനിൽ നിന്ന് പോയാൽ പോലും 3/4 മണിക്കൂർ സമയമെടുക്കും. അതായത് യൂണിവേഴ്സിൻ്റെ സ്കെയിലിൽ പ്രകാശവേഗത ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്, ഭയങ്കര ബോറിംഗ് ആണ്. അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയേറിയതാണ് എന്ന് നമ്മൾ പറയുന്ന പ്രകാശം ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ പോയിട്ടും യൂണിവേഴ്സിൻ്റെ സ്കെയിലിൽ ഒരു ആമയാണ്. ഉദാഹരണത്തിന്, നമ്മളിൽ നിന്നൊരു 400 മുതൽ 600 പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രം, മേ ബി തിരുവാതിര അല്ലെങ്കിൽ ബീറ്റിൽ ജ്യൂസ്, ആ നക്ഷത്രത്തെ ഇന്ന് രാത്രി നമ്മൾ കാണുമ്പോൾ അത് ഏകദേശം ഒരു 600 വർഷം മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശം നമ്മുടെ കണ്ണിൽ വീഴുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. ഈ 600 വർഷത്തിനിടയിൽ ആ നക്ഷത്രം പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് അറിയാൻ ഇനിയും ആ പൊട്ടിത്തെറിച്ച ഫോട്ടോണുകൾ വർഷങ്ങളോളം സഞ്ചരിച്ചിങ്ങ് വരണം. അതായത് ആകാശത്തേക്ക് രാത്രി നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോസ്മിക് ഗ്രേവിയാർഡ്, ഒരു ശ്മശാനത്തിലേക്ക് നോക്കുന്നത് പോലെയാണ്. അവിടെ നമ്മൾ കാണുന്ന പല തിളക്കങ്ങളും ഇന്ന് നിലവിലില്ലാത്ത ഒരു ഷാഡോ മാത്രമാണ്. പ്രപഞ്ചം നമ്മളോട് നുണ പറയുന്നത് ഇത്തരത്തിൽ സ്പേസ് ടൈമിനെ കൂട്ടുപിടിച്ചിട്ടാണ്. പുരാതന കാലത്ത് മനുഷ്യൻ ആകാശത്തെ ഒരു സീലിംഗ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഒരു വലിയ താഴികക്കുടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്നു എന്നവർ കരുതി. ആ താഴികക്കുടത്തിലെ കുഞ്ഞു സുഷിരങ്ങളിലായിട്ടാണ് നക്ഷത്രങ്ങൾ ഇരിക്കുന്നത് എന്നായിരുന്നു വിശ്വാസം. നമ്മൾ സ്റ്റാർസിനെ കുറിച്ചൊരു വലിയ ഡോക്യുമെൻ്ററി ചെയ്ത സമയത്ത് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന സ്പേസുമായിട്ട് ബന്ധപ്പെട്ട, സയൻസുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ മറ്റ് ചാനലുകളായിട്ടുള്ള ജിതിൻ രാജിലും JR അൺഫോൾഡിലും പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആർട്ടിക്കിളുകളും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന JRStudioEdu.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. മാത്രമല്ല, ഞാൻ ഹൗ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി, ഹൗ ടു തിങ്ക് സയൻറ്റിഫിക്കലി തുടങ്ങിയ 2-3 കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ആ കോഴ്സുകൾ JR അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയും നമ്മുടെ ഹാബിറ്റ് ട്രാക്കിംഗ് കമ്മ്യൂണിറ്റി പോലെയുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഗൈഡൻസ് കമ്മ്യൂണിറ്റി പോലെയുള്ള 1-to-1 സെഷൻസ് പോലെയുള്ള സർവീസുകൾ കിട്ടുന്നതിനും ഒക്കെയുള്ള ആക്സസിബിൾ ആയിട്ടുള്ള ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ രാത്രി കാണുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഒരു വലിയ മകുടത്തിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിനകത്ത് ഇരിക്കുന്നു എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്, പഴയ കൾച്ചറിലുള്ള ഏകദേശം എല്ലാവരും. പക്ഷേ പുരാതന ഇന്ത്യയിലെ വാനനിരീക്ഷകരായിട്ടുള്ള ആര്യഭടനും വരാഹമിഹിരനും ഒക്കെ 12,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമി കറങ്ങുന്നുണ്ടെന്നും സൂര്യനെ വലം വയ്ക്കുന്നുണ്ടെന്നും ആകാശം മാറുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചിരുന്നു. എങ്കിലും ഭൂരിഭാഗം സംസ്കാരങ്ങളിലും നക്ഷത്രങ്ങൾ ഒരു പ്രത്യേക സ്റ്റേറ്റിൽ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രൂപത്തിൽ നിൽക്കുന്നു എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് ഇല്യൂഷൻ എന്ന് പറയുന്ന പോയിന്റിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് എക്ലിപ്റ്റിക് അഥവാ സൂര്യപഥം. ആകാശത്ത് നക്ഷത്രങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഒരു പ്രത്യേക പാതയിൽ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. സത്യത്തിൽ സൂര്യനല്ല സഞ്ചരിക്കുന്നത്, ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നമ്മുടെ നിൽപ്പും ചലനവും എങ്ങനെയാണ് കാഴ്ചയെ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സൂര്യൻ്റെ ഈ ചലനം. ഗാലക്സിയിലെ നമ്മുടെ സ്ഥാനം ഒരു ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഗാലക്സി എന്ന വലിയ കാട്ടിലെ ഒരു മരത്തിന് പിന്നിൽ നമ്മളിങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. ആ മരമാണ് നമ്മുടെ ഭൂമി. ആ മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്ന രാത്രിയിലുള്ള ആകാശം. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന വെളിച്ചം പ്രപഞ്ചത്തിലെ ആകെ പ്രകാശത്തിൻ്റെ വളരെ 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 ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മളിങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ സ്പെക്ട്രം എടുത്തു വെച്ചാൽ ഗാമ കിരണങ്ങൾ മുതൽ മൈക്രോവേവുകൾ വരെയുള്ള വലിയൊരു സ്പെക്ട്രം ഉണ്ട്. അതിൽ ചെറിയ തരംഗങ്ങളായിട്ടുള്ള ഒരു സ്പേസാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് റേഡിയോ തരംഗങ്ങളും ഇൻഫ്രാറെഡ് തരംഗങ്ങളും ഒന്നും കാണാൻ പറ്റില്ല. എക്സ്റേ തരംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമുക്ക് ദോഷമാണ്. പക്ഷെ നമ്മുടെ ഗാലക്സിക്കകത്ത് ഈ തരംഗങ്ങളെല്ലാം ഉണ്ടാവുകയും അതിങ്ങനെ പുറത്തോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് ഗാലക്സിയിലുള്ള
പൊടിപടലങ്ങളെ തുളച്ചു നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് മിൽക്കി വേയുടെ കേന്ദ്രഭാഗം പോലും നമുക്ക് ഇരുട്ടായിട്ടാണ് അനുഭവപ്പെടുക. അവിടെ നക്ഷത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല നാം കാണാത്തത്, മറിച്ച് അവിടുത്തെ വെളിച്ചത്തെ കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് ശേഷിയില്ല. ഒരു പൂച്ചയ്ക്ക് രാത്രിയിൽ കാണാൻ കഴിയുന്നത് പോലെ പ്രപഞ്ചത്തെ ഇൻഫ്രാറെഡ് കണ്ണുകളിലൂടെ കാണാൻ നമുക്ക് പറ്റുമായിരുന്നുവെങ്കിൽ ഇന്നത്തെ ആകാശം ഈ കാണുന്ന പുകമഞ്ഞല്ല, പകരം തീ പിടിച്ച ഒരു നഗരം പോലെ തിളക്കമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഇരുട്ടിലല്ല, നമ്മൾ കാണാത്ത വെളിച്ചത്തിൻ്റെ നടുവിലാണ് എന്ന് ഇതിലൂടെ നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ എന്തിനാണ് നക്ഷത്രങ്ങളെ നോക്കി കോൺസ്റ്റലേഷൻസ് ഉണ്ടാക്കിയതെന്ന് അറിയാമോ? അതിൻ്റെ ഉത്തരമാണ് സൈക്കോളജി. മനുഷ്യന് ശൂന്യതയെ അഥവാ വോയിഡിനെ ഭയമാണ്. അറ്റമില്ലാത്ത അർത്ഥമില്ലാത്ത കറുത്ത ശൂന്യതയിലേക്ക് നോക്കി നിൽക്കാൻ നമുക്ക് അധിക നേരം കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആ ശൂന്യതയിൽ അർത്ഥങ്ങൾ തിരഞ്ഞു. അതൊരു വേട്ടക്കാരനാണ്, അതൊരു സപ്തർഷിയാണ് എന്നൊക്കെ നമ്മൾ ആകാശത്തെ നോക്കി ആകാശത്തെ മെരുക്കാൻ ശ്രമിച്ചു. നക്ഷത്രങ്ങൾക്കിടയിലൂടെയുള്ള ദൂരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ശൂന്യതയാണ്. ഈ ശൂന്യതയിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യം നമ്മളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പരിചിതമായിട്ടുള്ള രൂപങ്ങളെ നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആശ്വസിക്കുന്നത്. ആകാശം വലിയൊരു ക്യാൻവാസ് ആണെന്നും അവിടെ പടങ്ങൾ ആരോ വരച്ചു വെച്ചിരിക്കുകയാണ് എന്ന് വിശ്വസിക്കാനുമായിരുന്നു കംഫേർട്ട് നമുക്കിഷ്ടം. പ്രപഞ്ചത്തിലെ ഭീമാകാരമായിട്ടുള്ള സ്കെയിൽ നമ്മുടെ ചിന്തകളെ തകർക്കാതിരിക്കാൻ നമ്മുടെ തലച്ചോർ തന്നെ ഉണ്ടാക്കിയ ഒരു സംരക്ഷണ കവചമാണ് കോൺസ്റ്റലേഷൻസ്. സോ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു നുണയാണ്. ആ നുണയിൽ നക്ഷത്രങ്ങൾ അനങ്ങുന്നില്ല, നക്ഷത്രങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നു, ആകാശം നമുക്ക് ചുറ്റും കറങ്ങുന്നു എന്നൊക്കെയുള്ള ഡിലൂഷൻസാണ് മനുഷ്യ ചരിത്രത്തെ നയിച്ചത്. പക്ഷേ ശാസ്ത്രം ഈ നുണയുടെ ഓരോ പാളിയെയും പൊളിച്ചു പോയി. ബട്ട് നമ്മളൊരു ജയിലിലാണ്. നമ്മുടെ കണ്ണുകളും നമ്മുടെ തലച്ചോറും നമ്മുടെ ബയോളജിയും ചേർത്തൊരുക്കിയ ഒരു വലിയ പ്രിസൺ. ഈ ജയിലിൻ്റെ അഴികൾക്കിടയിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഭംഗിയല്ല പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം. നിങ്ങൾ ജനിച്ചത് മുതൽ ജനലുകളില്ലാത്ത ഒരു വലിയ ഹാളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ആ ഹാളിൻ്റെ ചുമരുകളിൽ എവിടെയോ ചെറിയ വിള്ളലുകളുണ്ട്. ആ വിള്ളലുകളിലൂടെ പുറത്തെ ലോകത്തിൻ്റെ ചെറിയ വെളിച്ചം അകത്തേക്ക് വരുന്നുമുണ്ട്. അതേ ക്രാക്കിലൂടെ കാണുന്ന ചെറിയ വെളിച്ചം വെച്ച് ആ ഹാളിൻ്റെ പുറം ഭാഗം എങ്ങനെ ഇരിക്കുമെന്ന് വരയ്ക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഇതാണ് മനുഷ്യൻ മിൽക്കി വേയുടെ മാപ്പ് വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച്. നമ്മൾ ഗാലക്സിയുടെ ഉള്ളിലാണ്. പുറത്തു പോയി നോക്കാൻ നമുക്കിപ്പോൾ പറ്റില്ല. ഉള്ളിലിരുന്ന് പുറം ഭാഗം സങ്കല്പിച്ചെടുക്കേണ്ടി വരുന്ന ഒരു വിചിത്രമായ ലോക്ക്ഡൗൺ അവസ്ഥയിലാണ് നമ്മൾ മനുഷ്യരാശി. ഒരു ഉറുമ്പിൻ്റെ ഉദാഹരണത്തിലൂടെ ഞാനിത് പറയാം. മിൽക്കി വേ എന്ന് പറയുന്നത് 1000 കിലോമീറ്റർ നീളമുള്ള ഒരു കാടാണെങ്കിൽ മനുഷ്യൻ അതിൻ്റെ ഇലയിലിരിക്കുന്ന ഒരു കുഞ്ഞൻ ഉറുമ്പാണ്. ആ ഉറുമ്പിന് ഇലയെ അറിയാം, ചിലപ്പോൾ തൊട്ടടുത്തുള്ള മരക്കൊമ്പിനെയും അറിയാം. പക്ഷേ ആ കാടിനൊരു സ്പൈറൽ ആകൃതി ഉണ്ടെന്നും അതിനൊരു സെൻറ്റർ ഉണ്ടെന്നും ഒക്കെ നമ്മൾ റിയലൈസ് ചെയ്യണമെങ്കിൽ ഉറുമ്പ് കാടിന് പുറത്തേക്ക് പോകണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗാലക്സിക്ക് പുറത്ത് പോവുക എന്ന് പറയുന്നത് ഫിസിക്സ് പരമായിട്ട് അസാധ്യമാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വേഗതയേറിയ വോയേജർ സ്പേസ് ക്രാഫ്റ്റിന് പോലും സോളാർ സിസ്റ്റത്തിൻ്റെ പടിവാതിൽ കടക്കാൻ 40 വർഷത്തിലേറെ വേണ്ടി വന്നു. ഗാലക്റ്റിക് ഡിസ്കിൽ നിന്ന് പുറത്തേക്ക് അത് കടക്കണമെങ്കിൽ വോയേജർ ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ ഇതേപോലെ വേഗത്തിൽ സഞ്ചരിക്കണം. പ്രപഞ്ചത്തിൻ്റെ സ്കെയില് നമ്മളെ ഒരു ജയിലിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ കാടിനെ മൊത്തമായി കാണാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചുറ്റുമുള്ള നക്ഷത്രങ്ങളുടെ സ്ഥാനം വച്ച് ആ കാടിൻ്റെ രൂപമൊന്ന് ഗസ് ചെയ്തെടുക്കുക മാത്രമാണ്. നമ്മുടെ നോട്ടത്തിൻ്റെ ദിശയാണ് നമ്മുടെ ഏറ്റവും വലിയ പരിമിതി. നാം ഗാലക്സിയുടെ മധ്യഭാഗത്തല്ല, മറിച്ച് അതിൻ്റെ ഒരു അരികിലെ ഡിസ്കിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഗാലക്സിയെ നോക്കുമ്പോൾ അതിൻ്റെ ഡെപ്തും അതിൻ്റെ വിഡ്ത്തും ആഴവും പരപ്പും നമുക്കറിയാൻ പറ്റില്ല. പകരം ആകാശത്തൊരു നീളൻ വര പോലെ നക്ഷത്രങ്ങൾ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്നതായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇതിനെയാണ് ഇൻസൈഡ് ഔട്ട് പെർസ്പെക്റ്റീവ് എന്ന് വിളിക്കുന്നത്. ഒരു വലിയ പ്ലേറ്റിൻ്റെ അറ്റത്തിരിക്കുന്ന ഒരു ഉറുമ്പ് പ്ലേറ്റിൻ്റെ നടുവിലേക്ക് നോക്കിയാൽ അതിന് പ്ലേറ്റിൻ്റെ വട്ടം കാണാൻ പറ്റില്ല. പകരം തൻ്റെ മുന്നിൽ നീണ്ടു കിടക്കുന്നൊരു നിരപ്പായ സ്ഥലം മാത്രമേ അതിന് കാണാൻ പറ്റൂ. മിൽക്കി വേ എന്ന് നമ്മൾ വിളിക്കുന്ന വെളുത്ത പാത സത്യത്തിൽ നമ്മുടെ ഗാലക്സിയുടെ ഡിസ്കിനെ നമ്മൾ അരികിൽ നിന്ന് നോക്കുന്നതിൻ്റെ രൂപം മാത്രമാണ്. ഗാലക്സിയുടെ മുകൾ ഭാഗമോ താഴ്ഭാഗമോ നമുക്ക് കാണാൻ പറ്റില്ല. ഇത്തരത്തിൽ ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബ്ലം കാരണം നൂറ്റാണ്ടുകളോളം നമ്മൾ വിചാരിച്ചത് പ്രപഞ്ചം മുഴുവൻ ഈ ഒരു വരയിൽ ഒതുങ്ങുന്നു എന്നാണ്. നമ്മുടെ സ്ഥാനം നമ്മുടെ കാഴ്ചയെ പരിമിതപ്പെടുത്തുന്നു എന്നർത്ഥം. നമ്മൾ പുസ്തകങ്ങളിലും ഇൻ്റർനെറ്റിലും കാണുന്ന മിൽക്കി വേയുടെ മനോഹരമായ ചിത്രങ്ങളെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കി. മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ സ്പൈറൽ ആംസ്, കൈകൾ, സ്വർണ്ണ നിറത്തിലുള്ള ഗ്ലോ ചെയ്യുന്ന സെൻറ്റർ ഭാഗം, അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും
ആരോ അവിടെ പോയി ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തു എന്ന്. ബട്ട് ഭൂമിയിൽ നിന്നോ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നോ ഇതുവരെ ഒരു ക്യാമറയും ഗാലക്സിക്ക് പുറത്തു പോയിട്ടില്ല. ഒരു മനുഷ്യനും നമ്മുടെ ഗാലക്സിയെ പുറത്തു നിന്ന് കണ്ടിട്ടുമില്ല. നമ്മൾ കാണുന്ന ആ ചിത്രങ്ങളെല്ലാം ആർട്ടിസ്റ്റിക് ഇംപ്രഷൻസ് ഓർ ആർട്ടിസ്റ്റിക്കൽ റെൻഡറിങ് മാത്രമാണ്. മറ്റ് ഗാലക്സികളെ, ഉദാഹരണത്തിന് ആൻഡ്രോമീഡയെ നമ്മൾ ടെലിസ്കോപ്പിലൂടെ കാണാറുണ്ട്. നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ ചലനം അളന്നുമാണ് ഗവേഷകർ ഒരു സാങ്കല്പിക മോഡൽ ഉണ്ടാക്കി ഇന്നതാണ് മിൽക്കി വേ എന്ന് പറയുന്നത്. സ്വന്തം മുഖം ഇതുവരെ കണ്ണാടിയിൽ കണ്ടിട്ടില്ലാത്ത ഒരാൾ തൻ്റെ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെ സ്ഥാനം തൊട്ടുനോക്കി മനസ്സിലാക്കി തൻ്റെ രൂപം ഗസ് ചെയ്ത് വരയ്ക്കുന്നത് പോലെയാണിത്. നമ്മുടെ ഗാലക്സി ഒരു സ്പൈറൽ ആണെന്ന് നമ്മൾ പറയുന്നത് അത് നേരിട്ട് കണ്ടിട്ടല്ല, പകരം ഗാലക്സിയിലെ ഗ്യാസ് ക്ലൗഡുകളുടെ വേഗത അളന്നിട്ടാണ്. മനുഷ്യൻ നിർമ്മിച്ച വസ്തുക്കളിൽ ഏറ്റവും ദൂരെ എത്തിയത് വോയേജർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1977 വിക്ഷേപിച്ച ഈ പേടകം ഏകദേശം 47 വർഷത്തിലധികമായി സെക്കൻഡിൽ 17 കിലോമീറ്റർ വേഗതയിൽ ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പോൾ ഭയങ്കര സ്പീഡാണെന്ന് തോന്നും, പക്ഷേ ഗാലക്സിയുടെ സ്കെയിൽ വെച്ച് നോക്കിയാൽ വോയേജർ എവിടെ എത്തി? സൗരയൂഥത്തിൻ്റെ അതിർത്തിയായ ഹീലിയോപോസ് കടന്ന് അത് ഇൻ്റർസ്റ്റെല്ലർ സ്പേസിൽ എത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ മിൽക്കി വേ ഗാലക്സിയെ ഒരു വലിയ ഫുട്ബോൾ സ്റ്റേഡിയമായിട്ട് സങ്കല്പിച്ചാൽ വോയേജർ സഞ്ചരിച്ച ദൂരം വെറും 1 മില്ലിമീറ്റർ പോലുമില്ല. ഗാലക്സിയുടെ ഡിസ്കിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് കടന്നൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ വോയേജർ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ എത്ര മില്ലിമീറ്റർ കടക്കണം. നമ്മുടെ ടെക്നോളജി പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തിന് മുന്നിൽ കളിപ്പാട്ടമാണ്. നമ്മൾ ഈ വലിയ വീട്ടിലെ ഒരു കുടുസുമുറിയിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഗാലക്സിയെ മാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലൈറ്റിൻ്റെ സ്പീഡാണ്. മിൽക്കി വേക്ക് 1,00,000 പ്രകാശവർഷം വീതിയുണ്ട്. അതായത് ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം മറ്റേ അറ്റത്തെത്താൻ വേണ്ടി മാത്രം 1,00,000 വർഷം എടുക്കും. നമ്മൾ ഗാലക്സിയുടെ സെൻറ്ററിലെ ഒരു നക്ഷത്രത്തെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ നക്ഷത്രം 26,000 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതായത് സെൻറ്ററിൽ നിന്ന് 26,000 പ്രകാശവർഷം അകലെയാണ് നമ്മുടെ സോളാർ സിസ്റ്റം. ഗാലക്സിയുടെ അങ്ങേയറ്റത്തുള്ള നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അത് 75,000 വർഷം മുമ്പുള്ള കാഴ്ചയാണ്. അതായത് മിൽക്കി വേയുടെ ഒരേ സമയത്തുള്ള ഒരു ചിത്രം എടുക്കുക ഇംപോസിബിൾ. ദർ ഇസ് നോ റിയൽ ടൈം ഇമേജ് പോസിബിൾ. നാം കാണുന്ന മാപ്പിലെ ഓരോ ഭാഗവും ഓരോ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ളതാണ്. 1,00,000 വർഷത്തെ ചരിത്രം ഒരുമിച്ചൊരു ഫ്രെയിമിൽ കാണാൻ ശ്രമിക്കുകയാണ് നമ്മൾ മിൽക്കി വേയിൽ നോക്കുമ്പോൾ കാണുക. ഈ സമയക്രമത്തിലെ വ്യത്യാസം ഓർ ടൈം ഡിലേ ഗാലക്സിയുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുന്നതിനുള്ള വലിയ തടസ്സമാണ്. ദൂരെയുള്ള നക്ഷത്രങ്ങൾ എത്ര ദൂരെയാണെന്ന് നമ്മൾ അളക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനായിട്ട് ആസ്ട്രോണമേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള വിദ്യയാണ് പാരലാക്സ്. കഴിഞ്ഞ സ്റ്റാറിനെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു. നിങ്ങളുടെ തള്ള വിരൽ ഒന്ന് മുന്നിലേക്ക് പിടിക്കുക. ഇടത് കണ്ണും വലത് കണ്ണും അടച്ചു നോക്കിക്കഴിഞ്ഞാൽ വിരൽ ഇടത്തോട്ടും വലത്തോട്ടും നീങ്ങുന്നതായിട്ട് തോന്നും. വിരൽ എത്രത്തോളം നീങ്ങുന്നു എന്ന് നോക്കിയാൽ വിരലിലേക്കുള്ള ദൂരം നമുക്ക് അളക്കാൻ പറ്റും. ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ 6 മാസത്തെ ഇടവേളയിൽ നക്ഷത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സൂര്യൻ ഇതാണ്, ഭൂമി ഇങ്ങനെ ചുറ്റുമ്പോൾ 1 മാസം ഇവിടെയും അതിൻ്റെ 6ാമത്തെ മാസം ഇവിടെയും ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചുറ്റുന്ന സമയത്തുള്ള 6 മാസത്തെ ഗ്യാപ്പിൽ നക്ഷത്രങ്ങളെ നോക്കിയാൽ അവയ്ക്കും ഇങ്ങനെ ഒരു ചെറിയ മാറ്റം കാണാൻ പറ്റും. പക്ഷേ നക്ഷത്രങ്ങൾ അത്രയധികം ദൂരെ ആയതുകൊണ്ട് ഈ മാറ്റം അളക്കാൻ വളരെ കൃത്യതയുള്ള ഉപകരണങ്ങൾ വേണം. ഈ രീതി ഉപയോഗിച്ച് നമ്മുടെ അയൽപക്കത്തുള്ള നക്ഷത്രങ്ങളെ മാത്രമേ അളക്കാൻ പറ്റൂ എന്ന പ്രശ്നവുമുണ്ട്. ഗാലക്സിയുടെ അങ്ങേയറ്റത്തുള്ള നക്ഷത്രങ്ങൾ അളക്കാൻ ഈ പാരലാക്സ് പോരാ. അവിടെ എത്തുമ്പോൾ എല്ലാം ഫ്ലാറ്റാണ്. ദൂരം അളക്കാൻ പറ്റാത്തത് കൊണ്ട് ഗാലക്സിയുടെ 3D ഫോം നിർമ്മിക്കുക എന്നുള്ളത് വളരെ വലിയ ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മിൽക്കി വേയുടെ രൂപം ഉറപ്പിച്ചത്? അവിടെയാണ് മാത്തമാറ്റിക്സ് വരുന്നത്. നമ്മൾ നക്ഷത്രങ്ങളെ നേരിട്ട് കാണുന്നതിന് പകരം അവയുടെ വെലോസിറ്റിയാണ് അളക്കുക. ഗാലക്സിയിലെ ഹൈഡ്രജൻ ഗ്യാസ് മേഘങ്ങൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് റേഡിയോ ടെലസ്കോപ്പുകൾ വഴി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഈ ഗ്യാസ് മേഘങ്ങൾ ഒരു സ്പെസിഫിക് പാതയിലൂടെ, നിശ്ചിത പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ പാതകൾ തമ്മിൽ ബന്ധിപ്പിച്ച് നോക്കിയപ്പോൾ അവയ്ക്കൊരു സ്പൈറൽ ആം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സോ ആക്ച്വലി മിൽക്കി വേയുടെ ചിത്രം എന്ന് പറയുന്നത് ഒരു ഡിറ്റക്റ്റീവ് റിപ്പോർട്ട് പോലെയാണ്. കുറേ തെളിവുകൾ ഇങ്ങനെ നിരത്തി വെച്ച് സങ്കല്പിച്ചെടുത്ത ഒരു രൂപം. നമുക്കൊരു യഥാർത്ഥ ഫോട്ടോ ഇല്ല, പകരം ഡാറ്റ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മാതൃക, ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. നാം ഈ വലിയ യന്ത്രത്തിൻ്റെ ഉള്ളിലിരുന്ന് ആ യന്ത്രത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുകയാണ്. മനുഷ്യ ചരിത്രത്തിൻ്റെ ഭൂരിഭാഗം കാലയളവിലും നമ്മൾ വിചാരിച്ചിരുന്നത് തിയററ്റിക്കൽ മോഡൽ എന്ന് വിളിക്കാവുന്ന ഒരു പ്രപഞ്ചത്തെക്കുറിച്ചാണ്. അതായത് നമുക്ക് പോയി കണ്ട് ചിത്രമെടുക്കാൻ പറ്റാത്ത, എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അതിനു ചുറ്റും ഒന്നിനുള്ളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന കുറേ ഗോളങ്ങളുടെ രീതിയിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ആ ഗോളങ്ങളാണ് ചന്ദ്രൻ, സൂര്യൻ, ഗ്രഹങ്ങൾ എന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. എന്നിട്ട് ഇവയെല്ലാം ഭൂമിയെ ചുറ്റുന്നു എന്നും സങ്കല്പിച്ചു വെച്ചു.
ഇതിനെല്ലാം പുറത്തായിട്ട് ആകാശത്തിൻ്റെ മേൽക്കൂരയിൽ ആണി അടിച്ച് വെച്ചതുപോലെ ഉറപ്പിച്ച് നിർത്തിയ നക്ഷത്രങ്ങൾ. ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അക്കാലത്തുള്ള അത്തരം മോഡലുകളെ നമുക്ക് മണ്ടത്തരം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാവുന്ന കാര്യങ്ങൾക്ക് ഇതൊരു മികച്ച വിശദീകരണമാണ്. നക്ഷത്രങ്ങൾ ഭൂമിക്ക് ചുറ്റും ഒരു ദിവസം കൊണ്ട് കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. അവ പരസ്പരം മാറാതെ ഒരേ സ്ഥാനത്തിരിക്കുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ആ കാലത്തെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ മോഡൽ ശരിയാണ്. എന്നാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ അപൂർണമാണ് എന്നൊരു വസ്തുത അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 1543 കോപ്പർനിക്കസ് എന്ന് പറയുന്ന ഒരു നിരീക്ഷകൻ സൂര്യനെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഒരു മോഡൽ മുന്നോട്ട് വെച്ചു. അതൊരു വിപ്ലവമായിരുന്നു. കാരണം പ്രപഞ്ചവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതൊരു ചെറിയ മാറ്റമാണല്ലോ. കോപ്പർനിക്കസ് പോലും കരുതിയത് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഒരു നിശ്ചിത അരികിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മാത്രമാണ്. അതായത് നമ്മുടെ അളവുകോലുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന സുരക്ഷിതമായിട്ടുള്ള ഒന്നാണ് എന്ന ചിന്താഗതി. എന്നാൽ 17-18 നൂറ്റാണ്ടുകളായപ്പോൾ ബഹിരാകാശ നിരീക്ഷകർ ഗൗരവകരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. സത്യത്തിൽ നക്ഷത്രങ്ങൾ എത്ര ദൂരെയാണ്? ഈ നക്ഷത്രങ്ങളെല്ലാം ചേർന്ന് പ്രപഞ്ചത്തിന് എങ്ങനെയുള്ളൊരു രൂപമാണ് കൊടുത്തിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾ അത്ര എളുപ്പമുള്ള ചോദ്യമല്ല. കാരണം അവ മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ഉത്തരങ്ങളാണ് തരാൻ പോകുന്നത് എന്ന് അക്കാലത്തുള്ളവർക്ക് പതിയെ മനസ്സിലായി വന്നു. ടെലസ്കോപ്പുകളെയും വലിയ അളവുകളെയും കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് തോമസ് റൈറ്റ് എന്നൊരാളെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഇദ്ദേഹം മിക്കവാറും തെറ്റായ കാരണങ്ങൾ കൊണ്ട് ശരിയായ നിഗമനത്തിലെത്തിയൊരു വ്യക്തിയാണ്. തോമസ് റൈറ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് മേക്കറും അമച്വർ ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. 1750കളിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചൊരു പുസ്തകത്തിൽ തികച്ചും വിപ്ലവകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. മിൽക്കി വേ എന്നത് നക്ഷത്രങ്ങളുടെ ഒരു നിരന്ന പാളിയാണ്, ഒരു ഫ്ലാറ്റ് ലെയർ ഓഫ് സ്റ്റാർസ് ആണെന്നും നമ്മൾ ഈ പാളിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ടാണ് ആകാശത്ത് അതൊരു പട്ട പോലെ കാണപ്പെടുന്നത്, മീൻസ് ഒരു ലെയർ പോലെ കാണപ്പെടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സോ സിംപ്ലി നമ്മളൊരു പരന്ന ഡിസ്കിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്ന് കരുതുക. നിങ്ങൾ ആ ഡിസ്കിൻ്റെ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു നക്ഷത്രക്കൂട്ടത്തിൻ്റെ ഒരു ലെയർ. എന്നാൽ നമ്മൾ ഡിസ്കിൻ്റെ മുകളിലോ താഴെയോ നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ കുറവായിരിക്കും. കാര്യം നമ്മൾ നോക്കുന്ന ആ ഒരു പ്ലെയിനിൽ മാത്രമാണ് അതിൻ്റെ ഡെൻസിറ്റി കാണപ്പെടുക. തോമസ് റൈറ്റ് പറഞ്ഞ ഈ കാര്യം ശരിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇത് കണ്ടെത്തിയത് നക്ഷത്രങ്ങളെ അളന്നിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയും ക്രമത്തെയും കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്ത പുതിയൊരു ആശയത്തിന് വിത്തുപാകി. ഇത് വായിച്ച ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന ഫിലോസഫർ ഈ ആശയത്തെ കൂടുതൽ മിനുക്കിയെടുക്കാൻ തുടങ്ങി. മിൽക്കി വേ എന്നത് ഗുരുത്വാകർഷണം കൊണ്ട് ഒന്നിച്ചു നിൽക്കുന്ന പമ്പരം പോലെ കറങ്ങുന്ന നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. പ്രപഞ്ചത്തിൽ ഇതുപോലെ ഇനിയും ഒരുപാട് ഐലൻഡ് യൂണിവേഴ്സുകൾ അഥവാ ഗാലക്സികൾ ഉണ്ടാകാമെന്നും അദ്ദേഹം ഊഹിച്ചിരുന്നു. അന്നത്തെ കാലത്ത് ഇത് തെളിയിക്കാൻ മാർഗമൊന്നുമില്ല. എങ്കിലും കാന്റ് പറഞ്ഞത് അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ പിന്നീട് ശരിയായിട്ട് വന്നു. മിൽക്കി വേയുടെ ആകൃതി വെറും ഊഹങ്ങൾ കൊണ്ട് നിർമ്മിക്കാതെ ആദ്യമായി നിരീക്ഷണങ്ങളിലൂടെ അളന്നു നോക്കിയ വ്യക്തി വില്യം ഹെർഷലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു സിനിമാ കഥ പോലെ ഡ്രമാറ്റിക്കാണ്. 1738 ജർമ്മനിയിൽ ജനിക്കുന്നു, സംഗീതജ്ഞനായിട്ട് വളരുന്നു, യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറുന്നു, എന്നിട്ട് പള്ളിയിൽ ഓർഗൻ വായിച്ചും സംഗീതം പഠിപ്പിച്ചുമൊക്കെ അദ്ദേഹം ജീവിച്ചു. 30കളിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം അവിചാരിതമായിട്ട് ജ്യോതിശാസ്ത്രത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ടെലിസ്കോപ്പിനെ കുറിച്ചുള്ള ഒരു പുസ്തകം വാങ്ങിയ നിമിഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിയാൻ തുടങ്ങി. പിന്നീട് അതൊരു വലിയ ഭ്രാന്തായി മാറി. അക്കാലത്ത് കിട്ടുന്ന ടെലസ്കോപ്പുകൾ അത്ര മികച്ചതൊന്നും അല്ലാത്തതുകൊണ്ട് ഹെർഷൽ സ്വന്തമായിട്ട് ടെലസ്കോപ്പുകൾ ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി. തൻ്റെ വീടിൻ്റെ താഴത്തെ നിലയിൽ പോയിരുന്ന് മണിക്കൂറുകളോളം കണ്ണാടികൾ തേച്ചു മിനുക്കി അദ്ദേഹം അക്കാലത്തെ ഏറ്റവും ബെസ്റ്റ് ടെലസ്കോപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിനായി അദ്ദേഹം ഉറക്കം കളഞ്ഞു, ഭക്ഷണം ഉപേക്ഷിച്ചു. ചിലപ്പോൾ തുടർച്ചയായി 16 മണിക്കൂർ വരെ അദ്ദേഹം കണ്ണാടി മിനുക്കുന്ന ജോലിയിൽ മുഴുകുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരി കരോളിൻ ഹെർഷൽ അദ്ദേഹത്തിന് ഭക്ഷണം സ്പൂണിൽ വാരിക്കൊടുക്കുകയായിരുന്നു എന്ന് പറയാറുണ്ട്. കാരണം ജോലി നിർത്തി കൈ കഴുകാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. 1780 ആയപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ ടെലസ്കോപ്പുകൾ ഹെർഷലിൻ്റെ കയ്യിലെത്തി. പ്രപഞ്ചത്തിൻ്റെ ആകൃതി എന്താണെന്ന് കണ്ടെത്താൻ അദ്ദേഹം ഒരു പുതിയ രീതി പരീക്ഷിച്ചു. അതാണ് സ്റ്റാർ ഗേജിംഗ്. അദ്ദേഹം ആകാശത്തെ 683 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓരോ ഭാഗത്തും ടെലിസ്കോപ്പിലൂടെ കാണുന്ന നക്ഷത്രങ്ങളെ അദ്ദേഹം എണ്ണാൻ തുടങ്ങി. നക്ഷത്രങ്ങളെല്ലാം ഒരേ അളവിലാണ് പ്രകാശം പുറത്തുവിടുന്നത് എന്ന തെറ്റായ ധാരണയായിരുന്നു അദ്ദേഹം ഇത് ചെയ്യാനുള്ള കാരണം. അതായത് കൂടുതൽ നക്ഷത്രങ്ങളെ കാണുന്ന ഭാഗത്തേക്ക് ഗാലക്സി കൂടുതൽ ദൂരത്തേക്ക് നീളുന്നുണ്ടെന്നും കുറച്ച് നക്ഷത്രങ്ങളെ കാണുന്ന ഇടം ഗാലക്സിയുടെ അതിരാണെന്നും അദ്ദേഹം കരുതി വെച്ചു. അങ്ങനെ വർഷങ്ങളോളം എല്ലാ രാത്രിയിലും അദ്ദേഹം ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണിയിരുന്നു. കരോളിൻ ആ നമ്പറുകൾ എഴുതി വെച്ചു. ഈ വിവരങ്ങൾ വെച്ച് അദ്ദേഹം തയ്യാറാക്കിയ മാപ്പ് കണ്ടപ്പോൾ അതൊരു ഗോളാകൃതിയിലായിരുന്നില്ല, പകരം ഒരു വശത്തേക്ക് നീണ്ടിരിക്കുന്ന ഒരു ലെൻസ് പോലെയുള്ള പരന്ന രൂപമായിരുന്നു. നക്ഷത്രങ്ങൾ എവിടെയാണ് കൂടുതലായി ഉള്ളതെന്ന് ആ മാപ്പ് കാണിച്ചു തന്നു. അങ്ങനെ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ വെച്ച് ഗാലക്സിയുടെ മാപ്പ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്.
തൻ്റെ ടെലസ്കോപ്പിന് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുമായിരുന്നു. അതിനുമപ്പുറം വലിയൊരു ലോകം ഉണ്ടായിരിക്കാമെന്നും അത് ആർക്കും അറിയില്ല എന്നുമുള്ള വസ്തുത അപ്പോഴും മറഞ്ഞു കിടന്നു. വില്യം ഹെർഷലിൻ്റെ കഥ പറയുമ്പോൾ കരോളിൻ ഹെർഷലിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ വെറും ഒരു സഹായി ആയിരുന്നില്ല, സ്വന്തം നിലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ജ്യോതിശാസ്ത്രജ്ഞയായിരുന്നു. കുട്ടിക്കാലത്തുണ്ടായ ടൈഫോയിഡ് രോഗം കാരണം അവരുടെ വളർച്ച മുരടിച്ചുപോയി. വീട്ടിലെ വേലക്കാരിയായിട്ട് ഒതുങ്ങിക്കൂടേണ്ടി വരുമെന്ന് കരുതിയ കരോളിനെ വില്യമാണ് ഇംഗ്ലണ്ടിൽ കൊണ്ടുവരുന്നത്. അവിടെ അവളൊരു മികച്ച ഗായികയായിട്ട് മാറി. പക്ഷെ സംഗീതത്തെക്കാൾ അവളും നക്ഷത്രങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. വില്യം രാത്രിയിൽ നിരീക്ഷണം നടത്തുമ്പോൾ കരോളിൻ ആ കണക്കുകൾ രേഖപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, പകരം സങ്കീർണമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിനെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാക്കി അവർ അളവുകളാക്കി മാറ്റിയെടുത്തു. എന്നിട്ട് 8 കോമറ്റ്സിനെ സ്വന്തമായിട്ട് കണ്ടെത്തി. ഇംഗ്ലണ്ടിൽ സയൻറ്റിഫിക് ജോബിന് ശമ്പളം വാങ്ങുന്ന ആദ്യത്തെ ലേഡിയായിരുന്നു കരോളിൻ. അവർ തയ്യാറാക്കിയ നക്ഷത്രങ്ങളുടെ പട്ടിക ദശാബ്ദങ്ങളോളം ശാസ്ത്രലോകത്തിന് വലിയ ഉപകാരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹെർഷൽ നിർമ്മിച്ച ആ മാപ്പ് 2 പേരുടെ ജീവിതകാലത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. പക്ഷേ ചരിത്രം അത് പലപ്പോഴും വില്യം ഹെർഷലിൻ്റെ പേരിൽ മാത്രമാക്കി ഒതുക്കാറുണ്ട് എന്നുള്ളത് വലിയൊരു അനീതിയാണെന്ന് ഞാൻ പറയും. ഇത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. വില്യം ഹെർഷലിൻ്റെ മാപ്പ് അക്കാലത്ത് വലിയ വിപ്ലവമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതിൽ 2 വലിയ തെറ്റുകളുണ്ടായിരുന്നു. ഈ തെറ്റുകളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഹെർഷലിനെ കുറ്റപ്പെടുത്താനല്ല നമ്മളിത് പറയുന്ന, മറിച്ച് ശാസ്ത്രം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. ഹെർഷൽ വരുത്തിയ ഒന്നാമത്തെ വലിയ തെറ്റ് ഈക്വൽ ബ്രൈറ്റ്നസ് അസംഷൻ എന്ന് പറയുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചിരുന്നു. അഥവാ നമ്മൾ രാത്രിയിൽ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും ഒരേ ബ്രൈറ്റ്നസ്സിൽ പ്രകാശിക്കുന്നവയാണ് എന്ന നിഗമനം. ഇന്ന് നമുക്കറിയാം നക്ഷത്രങ്ങളെല്ലാം ഒരുപോലെ അല്ല. ചില നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് പ്രകാശം പുറത്തുവിടും. എന്നാൽ മറ്റു ചിലത് വളരെ മങ്ങിയ കുള്ളൻ നക്ഷത്രങ്ങളാണ്. ഇതിനെയാണ് ജ്യോതിശാസ്ത്രജ്ഞർ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഹെർഷലിൻ്റെ രീതി വെച്ച് നോക്കിയാൽ ദൂരെയുള്ള വളരെ തിളക്കമുള്ള ഒരു നക്ഷത്രത്തെ കണ്ടാൽ അത് അടുത്താണെന്ന് അദ്ദേഹം കരുതും. നേരെ മറിച്ച് അടുത്തുള്ളൊരു മങ്ങിയ നക്ഷത്രത്തെ കണ്ടാൽ അത് വളരെ ദൂരെയുള്ളതാണ് എന്ന് അദ്ദേഹം കണക്ക് കൂട്ടും. അത് അദ്ദേഹം വരച്ച മാപ്പിൻ്റെ ആകൃതി പൂർണ്ണമായും തെറ്റിക്കാനുള്ള ഒരു റീസണായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ പ്രശ്നം അതിനേക്കാൾ ഗൗരവകരമായിട്ടുള്ള ഒന്നാണ്. അതായിരുന്നു ഇൻ്റർസ്റ്റെല്ലാർ ഡസ്റ്റ് അഥവാ നക്ഷത്രങ്ങൾക്കിടയിലുള്ള പൊടിപടലങ്ങൾ. ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മുടെ കണ്ണിൻ്റെ ഒരു പരിമിതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതേ പരിമിതി തന്നെയാണ് ഇവിടെ ടെലസ്കോപ്പിന് വരിക. ബഹിരാകാശം എന്ന് പറയുന്നത് വെറും ശൂന്യമല്ല. നക്ഷത്രങ്ങൾക്കിടയിൽ വാതകങ്ങളും അതിസൂക്ഷ്മമായ പൊടിപടലങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ ധൂളീപടലങ്ങളെന്ന് പറയും. നക്ഷത്രങ്ങളിൽ നിന്നുള്ള വെളിച്ചത്തെ ഈ പൊടിപടലങ്ങൾ തടയുകയും ചിതറിക്കുകയും ചെയ്യും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ആകാശത്തൊരു ഭാഗത്ത് നക്ഷത്രങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ പ്രപഞ്ചം അവിടെ അവസാനിച്ചു എന്നല്ല അർത്ഥം. മറിച്ച് അവിടെയുള്ള നക്ഷത്രങ്ങളുടെ വെളിച്ചം നമ്മളിലേക്ക് എത്താതിരിക്കാൻ ഒരു വലിയ പൊടിപടലം അവിടെ തടസ്സമായി നിൽക്കുന്നുണ്ട് എന്ന് വ്യാഖ്യാനിക്കണം. ഹെർഷലിന് ഈ പൊടിയെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിച്ചത് താൻ പ്രപഞ്ചത്തിൻ്റെ ബോർഡർ കാണുന്നു എന്നാണ്. സത്യത്തിൽ അദ്ദേഹം കണ്ടത് മുന്നിലെ മങ്ങിയ ഒരു പുകപടലം മാത്രമായിരുന്നു. നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രം ഹെർഷൽ ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം അത് കട്ടിയുള്ള പൊടിപടലങ്ങളുടെ പിന്നിലാണ് ഒളിച്ചിരുന്നത്. ഇതേ തെറ്റ് ആവർത്തിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന ഡച്ച് ജ്യോതിശാസ്ത്രജ്ഞനായ ജേക്കബ് കപ്റ്റൈൻ. അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഒബ്സർവേറ്ററികളിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും ഹെർഷലിനേക്കാൾ വിപുലമായിട്ടുള്ള ഒരു പഠനം നടത്തുകയും ചെയ്തു. കപ്റ്റൈൻ യൂണിവേഴ്സ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മാപ്പ് ഏകദേശം 55,000 പ്രകാശവർഷം വീതിയുള്ള ഒരു പരന്ന രൂപമാണ്. സൂര്യൻ അതിൻ്റെ കേന്ദ്രത്തിനടുത്താണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇൻ്റർസ്റ്റെല്ലാർ ഡസ്റ്റിനെ കുറിച്ച് കപ്റ്റൈന് ചെറിയൊരു ധാരണയുണ്ടായിരുന്നുവെങ്കിലും അത് എത്രത്തോളം വലിയ പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഗാലക്സിയുടെ പകുതി വലിപ്പം മാത്രമേ അദ്ദേഹത്തിൻ്റെ മാപ്പിനും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1910കളുടെ അവസാനത്തിൽ ഹാർലോ ഷാപ്ലി എന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ രംഗത്തെത്തിയതോടെയാണ് കഥ മാറുന്നത്. ഷാപ്ലി നോക്കിയത് ഗ്ലോബുലാർ ക്ലസ്റ്ററുകളെയാണ്. ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഒന്നിച്ചുകൂടി നിൽക്കുന്ന ഒരു പന്ത് പോലെയുള്ള കൂട്ടങ്ങളാണിവ. ഇവ ഗാലക്സിക്ക് ചുറ്റും ഒരു വലയം പോലെ നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഇവിടെയാണ് ഷാപ്ലിയുടെ വിചിത്രമായ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ചിന്തിച്ചു, ഈ ക്ലസ്റ്ററുകൾ ഗാലക്സിക്ക് ചുറ്റും കറങ്ങുകയാണെങ്കിൽ അവയുടെ കേന്ദ്രമായിരിക്കണം ഗാലക്സിയുടെയും കേന്ദ്രം. ഇത് അളക്കാൻ വേണ്ടി അദ്ദേഹം ഹെൻറിറ്റ സ്വാൻ ലിവിറ്റ് എന്ന അസാമാന്യ പ്രതിഭയായ വനിത കണ്ടെത്തിയ ഒരു വഴി ഉപയോഗിക്കാൻ തുടങ്ങി: സെഫൈഡ് വേരിയബിൾസ്. സെഫൈഡ് വേരിയബിൾസ് എന്ന് വിളിക്കുന്ന പ്രത്യേകതരം നക്ഷത്രങ്ങൾ കൃത്യമായ ഇടവേളകളിൽ തിളങ്ങുകയും മങ്ങുകയും ചെയ്യും. ഈ തിളക്കത്തിൻ്റെ സമയം നോക്കിയാൽ ആ നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ പ്രകാശം എത്രയാണ് എന്ന് കണ്ടെത്താം. അതറിഞ്ഞാൽ ആ നക്ഷത്രം എത്ര ദൂരെയാണെന്നും നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റും. ഇതൊരു യൂണിവേഴ്സൽ അളവുകോല് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ രീതി ഉപയോഗിച്ച് ഷാപ്ലി ഓരോ ക്ലസ്റ്ററിൻ്റെയും ദൂരം അളന്നു. അപ്പോഴാണ് അദ്ദേഹം ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്.
ഈ നക്ഷത്രക്കൂട്ടങ്ങളുടെ കേന്ദ്രം നമ്മുടെ സൂര്യൻ്റെ അടുത്തല്ല, മറിച്ച് ധനു അഥവാ സജിറ്റേറിയസ് രാശിയുടെ ദിശയിൽ ഏകദേശം 50,000 പ്രകാശവർഷം, ഇപ്പോൾ അത് 26,000 ആണ്, പക്ഷെ അദ്ദേഹം കണ്ടെത്തിയപ്പോൾ പറഞ്ഞത് 50,000 പ്രകാശവർഷം അകലെയാണ് എന്നാണ്. അതായത് നമ്മൾ വിചാരിച്ചതുപോലെ സൂര്യൻ മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രത്തിലല്ല, നഗരമധ്യത്തിൽ സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്ന നമ്മളോട് നമ്മൾ ഈ നഗരത്തിൻ്റെ മൂലയിലുള്ള ഒരു ചെറിയ സ്ഥലത്താണ് താമസിക്കുന്നത് എന്ന് ആരോ വിളിച്ചു പറഞ്ഞതുപോലെയായിരുന്നു ഈ കണ്ടെത്തൽ. കോപ്പർനിക്കസ് ഭൂമിയെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റിയതുപോലെ ഷാപ്ലി സൂര്യനെയും നടുമുറ്റത്ത് നിന്ന് പുറത്താക്കി. ഇത് പിന്നീട് ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ തർക്കത്തിലേക്ക് വഴിതെളിച്ചു. 1920 നടന്ന ദ ഗ്രേറ്റ് ഡിബേറ്റ്, ഷാപ്ലിയും ഹെബർ കർട്ടിസും തമ്മിലായിരുന്നു ഈ പോരാട്ടം. ആകാശത്ത് കാണുന്ന ചെറിയ വെളുത്ത പുകപടലങ്ങൾ, അതായത് സ്പൈറൽ നെബുലകൾ, നമ്മുടെ ഗാലക്സിയുടെ ഭാഗമാണോ അവ സ്വതന്ത്രമായ മറ്റു ഗാലക്സികളാണോ എന്നതായിരുന്നു അന്നത്തെ തർക്ക വിഷയം. ഷാപ്ലി പറഞ്ഞു നമ്മുടെ മിൽക്കി വേയുടെ ഉള്ളിലാണ് ഇത് കാണപ്പെടുന്നതെന്ന്. കർട്ടിസ് പറഞ്ഞു അവ വളരെ അകലെയുള്ള മറ്റൊരു ഗാലക്സിയുടെ ഭാഗമാണെന്ന്. രസകരമായ കാര്യം, ഇവർ രണ്ടുപേരും പറഞ്ഞതും പകുതി ശരിയും പകുതി തെറ്റുമായിരുന്നു. അപ്പോൾ ഈ തർക്കത്തിന് എങ്ങനെയാണ് അറുതി വന്നത്? അതാണ് 1924 ഫേമസ് ആയിട്ടുള്ള എഡ്വിൻ ഹബിളിൻ്റെ ഒബ്സർവേഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ ടെലസ്കോപ്പ് ഉപയോഗിച്ച് അദ്ദേഹം ആൻഡ്രോമീഡ എന്ന പുകപടലത്തെ നിരീക്ഷിച്ചു. അതിനുള്ളിൽ ഒരു സെഫൈഡ് നക്ഷത്രത്തെ അദ്ദേഹം കണ്ടെത്തി. ഈ സെഫൈഡ് വേരിയബിൾസ് ഇപ്പോഴും പ്രപഞ്ചം വികസിക്കുന്നു എന്ന് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കാൻഡിൽസ് പോലെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല എഡ്വിൻ ഹബിള് ഐൻസ്റ്റീനെ പോലും പ്രപഞ്ച വികാസം നേരിട്ട് ടെലസ്കോപ്പിലൂടെ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ്. സോ ഞാനീ പറഞ്ഞ സെഫൈഡ് നക്ഷത്രത്തെ അദ്ദേഹം ആൻഡ്രോമീഡയിൽ കണ്ടെത്തിയില്ലേ, അതിൻ്റെ ദൂരം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് മിൽക്കി വേയുടെ അതിരുകൾക്കും എത്രയോ പുറത്താണ് എന്ന് കാൽക്കുലേഷനിലൂടെ തെളിഞ്ഞു. അതായത് പ്രപഞ്ചം പെട്ടെന്ന് വലുതാവുകയും മിൽക്കി വേ മാത്രമാണ് പ്രപഞ്ചം എന്ന് കരുതിയെടുത്ത് നിന്ന് കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഗാലക്സികളെന്ന് തിരിച്ചറിയുന്നത് വെറും 1920-കൾക്ക് ശേഷം മാത്രമാണ്. ആലോചിച്ച് നോക്കിയേ, ഏകദേശം 100-110 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ മിൽക്കി വേക്ക് പുറത്ത് പ്രപഞ്ചമുണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ട്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പൊടിപടലങ്ങൾ കണ്ണിന് കാണാൻ കഴിയുന്ന വെളിച്ചം ഉപയോഗിച്ച് ഒരിക്കലും ഗാലക്സിയുടെ ഉള്ളിലേക്ക് കാണാൻ കഴിയില്ല. അവിടെയാണ് റേഡിയോ തരംഗങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്. 1931 കാൾ ജാൻസ്കി എന്നൊരു എഞ്ചിനീയർ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം കണ്ടെത്തി. ബഹിരാകാശത്ത് നിന്ന് റേഡിയോ തരംഗങ്ങൾ വരുന്നുണ്ട്. ഇത് ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ളൊരു മാറ്റമാണ്. കാരണം ഈ റേഡിയോ വേവ്സ് പൊടിപടലങ്ങളെ തുളച്ച് കടന്ന് വരുന്ന ഒരു സാധനമാണ്. അതായത് നമുക്ക് കാണാൻ കഴിയാത്ത ഗാലക്സികളുടെ കേന്ദ്രം റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ പിന്നെയും ഒരു 10-20 വർഷത്തോളം കഴിഞ്ഞ് 1950-കളിൽ ഡച്ച് ശാസ്ത്രജ്ഞർ ഹൈഡ്രജൻ വാതകത്തിൽ നിന്നുള്ള പ്രത്യേകതരം റേഡിയോ തരംഗങ്ങൾ, അതായത് 21 സെൻറ്റിമീറ്റർ ലൈൻ ഉപയോഗിച്ച് മിൽക്കി വേയെ മാപ്പ് ചെയ്തു. ഈ മാപ്പിലൂടെയാണ് നമ്മുടെ ഗാലക്സിക്ക് ചുരുൾ നിവർന്നു നിൽക്കുന്ന കൈകൾ അഥവാ സ്പൈറൽ ആംസ് ഉണ്ടെന്നും നമ്മൾ ആ കൈകളിൽ ഒന്നിലാണ് ഇരിക്കുന്നതെന്നും ഉറപ്പിച്ച് പറയാൻ പറ്റിയത്. ഇന്ന് നമുക്കറിയാം മിൽക്കി വേ എന്ന് പറയുന്നത് ഒരു ബാർഡ് സ്പൈറൽ ഗാലക്സിയാണ്. ഏകദേശം 1,00,000 പ്രകാശവർഷം വീതിയുള്ള ഒരു വമ്പൻ ഡിസ്ക്. ഇതിൻ്റെ നടുവിൽ ഒരു വലിയ ബ്ലാക്ക് ഹോൾ അഥവാ സജിറ്റേറിയസ് എ സ്റ്റാർ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. 2022 അതിൻ്റെ ചിത്രം പോലും നമ്മൾ എടുത്തിരുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ മിഷൻ ഇന്ന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നത് 100% പൂർണ്ണമല്ലാത്ത ഒരു മാപ്പാണ്. കാരണം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും നമുക്കിന്നും ഇലയിലെ ഉറുമ്പിനെ പോലെ നിൽക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ആ വനം മുഴുവൻ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ ഇന്നും ഇതിൻ്റെ ഉള്ളിലിരുന്ന് പുറത്തേക്ക് നോക്കി ഊഹങ്ങൾ മെനയുകയാണ്. പക്ഷേ ഈ ഊഹങ്ങൾ മുമ്പത്തേക്കാൾ കൂടുതൽ കൃത്യമാണെന്ന് പറയാം. സോ ഈ മാപ്പുകൾ ഉണ്ടാക്കിയവരുടെ കഥ പറയുന്നൊരു കാര്യമുണ്ട്. ഹെർഷലോ ക്യാപ്റ്റൈനോ ഷാപ്ലിയോ ആരും തന്നെ ശരിയായിരുന്നില്ല. പക്ഷേ അവർ തെറ്റായ വഴികളിലൂടെ നടന്നതുകൊണ്ടാണ് അവർക്ക് ശരിയായ വഴിയിൽ എത്താൻ പറ്റിയത്. സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ശരി കണ്ടെത്തുന്ന കാര്യം മാത്രമല്ല, മറിച്ച് തെറ്റുകൾ കണ്ടെത്തിയാൽ അത് തിരുത്തി മുന്നേറുന്ന ഒരു യൂസ്ഫുൾ ഇററായിട്ടാണ് നമ്മളിതിനെ വിളിക്കേണ്ടത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോണമേഴ്സിനെ പതിറ്റാണ്ടുകളായിട്ട് നിശബ്ദമായി വട്ടം കറക്കിയ അങ്ങേയറ്റം നിരാശപ്പെടുത്തിയ ഒരു പ്രദേശം ആകാശത്തുണ്ട്. അതായത് ധനുരാശി അല്ലെങ്കിൽ സജിറ്റേറിയസിൻ്റെ ദിശയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് നോക്കിയാൽ ചക്രവാളത്തിന് തൊട്ടു മുകളിലായിട്ട് ഇത് കാണാൻ പറ്റും. ഒരു സാധാരണ ഒപ്റ്റിക്കൽ ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ ആകാശത്തിലെ ഏറ്റവും വിരസമായിട്ടുള്ള, അതായത് ഒട്ടും രസമില്ലാത്ത ഭാഗങ്ങളിൽ ഒന്നായിട്ടാണ് നമുക്കിതിനെ തോന്നുക. അവിടെ അതിമനോഹരമായിട്ടുള്ള നെബുലകളോ കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളോ ഒന്നുമില്ല. വെറും ഒരു മങ്ങിയ വെളിച്ചം മാത്രം. 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെയും ടെലസ്കോപ്പുകൾക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഗവേഷകർ ഓരോ തവണയും ഗ്ലോബുലാർ ക്ലസ്റ്ററുകളുടെ വിന്യാസം അളക്കുകയും നമ്മൾ ഗാലക്സികളുടെ കറക്കം മാപ്പ് ചെയ്യുകയും വാതകക്കൂട്ടങ്ങളുടെ വേഗത പഠിക്കുകയും മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ കണ്ടെത്തിയൊരു കാര്യം, ഒരു പർട്ടിക്കുലർ സ്ഥലമുണ്ട്.
മിൽക്കി വേയുടെ ഗ്രാവിറ്റേഷണൽ സെൻറ്റർ എന്ന് പറയാൻ പറ്റുന്ന ധനുരാശിയുടെ ദിശയിലുള്ള ഒരു സ്ഥലം. അവിടേക്കാണ് എല്ലാ കണക്കുകളും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് ആ ഭാഗത്ത് നമ്മുടെ മിൽക്കി വേയുടെ എന്തോ ഒന്നുണ്ട്. അങ്ങേയറ്റം ഭാരമേറിയ എന്നാൽ എന്തിനോ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയൊരു രഹസ്യം. ആ രഹസ്യം എന്താണെന്ന് കണ്ടെത്താൻ 20-ാം നൂറ്റാണ്ടിൻ്റെ ഭൂരിഭാഗം കാലവും നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒടുവിൽ അത് കണ്ടെത്തിയപ്പോഴാകട്ടെ അതൊരു നക്ഷത്രക്കൂട്ടമോ പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്ന ഇടമോ ഒന്നും ആയിരുന്നില്ല. ഫിസിക്സിൻ്റെ നിയമങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന സിംഗുലാരിറ്റി, അതാണ് അവിടെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയത്. സൂര്യനേക്കാൾ 40 ലക്ഷം മടങ്ങ് മാസുള്ള നമ്മുടെ ഗാലക്സിയുടെ സെൻറ്റർ ഭാഗത്തിരിക്കുന്ന ഒരു ഭീമൻ ബ്ലാക്ക് ഹോൾ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ കഥയാണ്. നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രം എന്തുകൊണ്ടാണ് ഇത്രയും കാലം കാണാൻ കഴിയാതിരുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് വെറും ഒരു കോയിൻസിഡൻസ് അല്ല, മറിച്ച് അതൊരു വലിയ ശാസ്ത്രീയമായിട്ടുള്ള സ്റ്റോറിയാണ്. ഗാലക്സിയുടെ കേന്ദ്രം ഭൂമിയിൽ നിന്ന് ഏകദേശം 26,000 പ്രകാശവർഷം അകലെയാണ്. അതൊരു ഭീകരമായിട്ടുള്ള ദൂരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ദൂരത്തേക്കാൾ ഇവിടുത്തെ വില്ലൻ അവിടെയുള്ള തടസ്സങ്ങളാണ്. നമ്മുടെയും ഗാലക്സിയുടെ കേന്ദ്രത്തിൻ്റെയും ഇടയിൽ മിൽക്കി വേയുടെ ഒരു വലിയ ഡിസ്ക് മുഴുവനായിട്ടും ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനിടയിൽ അതിഭീകരമായിട്ടുള്ള അളവിൽ ഇൻ്റർസ്റ്റെല്ലാർ ഡസ്റ്റ് നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ നേർത്ത ഒരു പുകമഞ്ഞൊന്നുമല്ല. ഗാലക്സിയുടെ കേന്ദ്രത്തിൻ്റെ ഡയറക്ഷനിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം 30 കിലോമീറ്റർ കട്ടിയുള്ള ഒരു പാറക്കെട്ടിന് അപ്പുറത്തേക്ക് നോക്കുന്നത് പോലെയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒപ്റ്റിക്കൽ ടെലസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ പോലും നമുക്കൊന്നും കാണാൻ കഴിയില്ല. അവിടെ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന തരംഗ ദൈർഘ്യത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ പൊടിപടലങ്ങൾ മൊത്തം അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ കാലം ആസ്ട്രോണമേഴ്സിന് ഗാലക്സിയുടെ സെൻറ്റർ എന്നത് അവിടെയുള്ളത് എന്താണെന്നതിനേക്കാൾ അതിന് ചുറ്റുമുള്ളത് എന്താണ് എന്നത് വെച്ച് അളക്കേണ്ട ഒരു വിഷയമുണ്ടായി. അതായത് ആ ദിശയിൽ നമ്മൾ കണ്ടിരുന്ന എല്ലാ നക്ഷത്രങ്ങളും നമ്മുടെ തൊട്ടടുത്തുള്ള നക്ഷത്രങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെയും നമുക്ക് മനസ്സിലാകുന്നില്ല. അതായത് മിൽക്കി വേയുടെ സെൻറ്റർ എപ്പോഴും അദൃശ്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ റേഡിയോ ആസ്ട്രോണമിയാണ് ഇവിടെ വലിയൊരു വഴിത്തിരിവാകുന്നത്. റേഡിയോ തരംഗങ്ങൾക്ക് ഈ പൊടിപടലങ്ങളെ ഒന്നുമല്ലാത്തതുപോലെ തുളച്ചു കടക്കാൻ പറ്റും. 1931 കോൾ ജാൻസ്കി അവിചാരിതമായിട്ടൊരു സത്യം കണ്ടെത്തി. ആകാശഗംഗയിലെ ഏറ്റവും ശക്തമായ റേഡിയോ തരംഗങ്ങൾ വരുന്നത് ഗാലക്സിയുടെ സെൻറ്ററിൽ നിന്നാണ്. ആ അദൃശ്യമായ ചുവരിനപ്പുറത്തേക്ക് നോക്കാനുള്ളൊരു മാർഗം അങ്ങനെ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. പക്ഷേ 20-ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യ വെച്ച് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ല. 1974 അമേരിക്കൻ റേഡിയോ ആസ്ട്രോണമറായ ബ്രൂസ് ബാലിക്കും റോബർട്ട് ബ്രൗണും വെസ്റ്റ് വിർജീനിയയിലെ നാഷണൽ റേഡിയോ ആസ്ട്രോണമി ഒബ്സർവേറ്ററിയിൽ വെച്ച് ഗാലക്സിയുടെ സെൻറ്ററിനെ കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം നടത്തി. അവർ പല ഫ്രീക്വൻസിയിലുമുള്ള റേഡിയോ തരംഗങ്ങളെ മാപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യം അവർ കാണുന്നത്. അതൊരു പോയിന്റ് പോലെ തോന്നിക്കുന്ന ചെറിയൊരു റേഡിയോ സോഴ്സാണ്. പക്ഷേ അതിൻ്റെ സ്ഥാനം കൃത്യമായും ഗാലക്സിയുടെ ഗ്രാവിറ്റേഷണൽ സെൻറ്ററിലുമാണ്. ആ റേഡിയോ സോഴ്സിന് അവർ സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന് പേരിട്ടു. പേരിനൊപ്പമുള്ള നക്ഷത്ര ചിഹ്നം, അതായത് ആസ്റ്ററിക്സ്, ഒരു അസാധാരണമായ തിളക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ഇതിനെ SGR A സ്റ്റാർ എന്ന് വിളിക്കുന്നു. അന്നത് കൃത്യമായി എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതൊരു ബ്ലാക്ക് ഹോൾ ആയിരിക്കാം എന്ന് ചിലർ ഊഹിച്ചുവെങ്കിലും അത് തെളിയിക്കാൻ ആ വസ്തുവിന് ചുറ്റും കറങ്ങുന്ന നക്ഷത്രങ്ങളെ നിരീക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ഈ തെളിവ് ലഭിച്ചത് റേഡിയോ തരംഗങ്ങളിൽ നിന്നല്ല, മറിച്ച് ഇൻഫ്രാറെഡ് ലൈറ്റിൽ നിന്നാണ്. 2 വ്യത്യസ്ത രാജ്യങ്ങളിലെ ആസ്ട്രോണമേഴ്സിൻ്റെ ടീമുകൾ പതിറ്റാണ്ടുകളോളം പരസ്പരം മത്സരിച്ചാണ് ഒരു സത്യം കണ്ടെത്തുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഇൻഫ്രാറെഡ് ലൈറ്റിന് പൊടിപടലങ്ങളെ തുളച്ചു കടക്കാൻ വലിയൊരു പരിധിവരെ സാധിക്കും. 1990-കളിൽ ജർമ്മനിയിലെ റെയിൻഹാർഡ് ഗെൻസലും കാലിഫോർണിയ സർവകലാശാലയിലെ ആൻഡ്രിയ ഗെസ്സും ലോകത്തിലെ ഏറ്റവും വലിയ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് SGR A സ്റ്റാറിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വായുവിൻ്റെ ചലനങ്ങൾ കാരണം ടെലസ്കോപ്പിൽ നിന്നുള്ള ചിത്രങ്ങൾ പലപ്പോഴും മങ്ങിയതായിരുന്നു. ഇതിന് പരിഹാരമായി അവർ അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ടെലസ്കോപ്പിൽ നിന്നൊരു ലേസർ കിരണം ആകാശത്തേക്ക് വിട്ട് അവിടെ ഒരു കൃത്രിമ നക്ഷത്രത്തെ സൃഷ്ടിക്കുന്ന രീതിയാണ്. അന്തരീക്ഷത്തിലെ വിറയൽ കാരണം ആ ലേസർ വെളിച്ചത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു കമ്പ്യൂട്ടർ അളന്നെടുക്കുകയും അതിനനുസരിച്ച് ടെലസ്കോപ്പിൻ്റെ കണ്ണാടിയെ സെക്കൻഡിൽ 100 കണക്കിന് തവണ വളയ്ക്കുകയും ചെയ്യും. ഇതിലൂടെ ബഹിരാകാശത്തുള്ള ടെലസ്കോപ്പിൽ നിന്ന് ലഭിക്കുന്നത് പോലെ വ്യക്തമായ ചിത്രങ്ങൾ ഭൂമിയിൽ ഇരുന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പറ്റി. അതായത് എന്താണ് അന്തരീക്ഷത്തിൻ്റെ മാറ്റമെന്ന് ലേസർ ഉപയോഗിച്ച് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിനെ കൗണ്ടർ ചെയ്യുന്ന മൂവ്മെൻറ്റ് ടെലസ്കോപ്പിന് കൊടുത്തു. അങ്ങനെ സജിറ്റേറിയസ് A സ്റ്റാറിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങളുടെ ചലനം അവർ കൃത്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. ആ നക്ഷത്രങ്ങൾ അതിവേഗത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള S2 എന്ന നക്ഷത്രം വെറും 16 വർഷം കൊണ്ട് സജിറ്റേറിയസ് A സ്റ്റാറിനെ
ഒരു വട്ടം ചുറ്റി വരുമെന്ന് അവർ കണ്ടെത്തി. ഒരു നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവിശ്വസനീയമായ വേഗതയാണ്. ഈ നക്ഷത്രങ്ങളുടെ ഭ്രമണപഥവും വേഗതയും വെച്ച് കണക്ക് കൂട്ടിയപ്പോൾ, അതായത് നമുക്കറിയാം കെപ്ലറിൻ്റെ നിയമം ഉണ്ടല്ലോ, അങ്ങനെ കണക്കാക്കുമ്പോൾ ആ കേന്ദ്രത്തിലിരിക്കുന്ന വസ്തുവിൻ്റെ മാസ് സൂര്യനേക്കാൾ 40 ലക്ഷം മടങ്ങ് കൂടുതലാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചു. നമ്മുടെ സൗരയൂഥത്തേക്കാൾ ചെറിയൊരു പ്രദേശത്ത് ഇത്രയധികം ഭാരം ഒതുങ്ങിക്കൂടിയിരിക്കണമെങ്കിൽ അതൊരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ അല്ലാതെ മറ്റൊന്നുമാകാൻ കഴിയില്ല. ഈ കണ്ടുപിടുത്തത്തിന് 2020 റെയിൻഹാർഡ് ഗെൻസലിനും ആൻഡ്രിയ ഗെസിനും ഫിസിക്സിനുള്ള നോബൽ സമ്മാനം കിട്ടി. ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തെ ഒരു കുഴിയല്ല, അതൊരു പ്രദേശമാണ്. അവിടെ മാസ് കാരണം സ്പേസ് ടൈം വളരെയധികം വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി, അതായത് ഒരു വസ്തുവിന് അവിടെ നിന്ന് പുറത്തു കടക്കാൻ ആവശ്യമായ വേഗത പ്രകാശ വേഗതയേക്കാൾ കൂടുതലാണ്. പ്രകാശത്തിന് പോലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നർത്ഥം. ഈ ഒരു ബോർഡറിനെയാണ് പൊതുവെ ഈവൻ ഹൊറൈസൺ എന്ന് വിളിക്കുന്നത്. ഇതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു ബിന്ദു ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. സാധാരണ ബ്ലാക്ക് ഹോളുകളിൽ നിന്ന് വ്യത്യസ്തമാണ് സജിറ്റേറിയസ് എ സ്റ്റാർ പോലെയുള്ള സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ. ചെറിയ ബ്ലാക്ക് ഹോളുകളിൽ നമ്മൾ അകപ്പെട്ടാൽ ഗുരുത്വാകർഷണം നമ്മളെ വലിച്ചു കീറി നശിപ്പിക്കും. അതിനെ സ്പജറ്റിഫിക്കേഷൻ എന്ന് വിളിക്കും. എന്നാൽ സജിറ്റേറിയസ് എ സ്റ്റാർ അത്രയും വലുതായതുകൊണ്ട് അതിൻ്റെ ഈവൻ ഹൊറൈസൺ കടക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെടില്ല. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കപ്പെട്ടിരിക്കും എന്നതാണ് വസ്തുത. 2022 ഈവൻ ഹൊറൈസൺ ടെലസ്കോപ്പ് ലോകമെമ്പാടുമുള്ള റേഡിയോ ടെലസ്കോപ്പുകളെ കോർത്തിണക്കി ഭൂമിയുടെ അത്രയും വലിപ്പമുള്ള ഒരു വിർച്വൽ ടെലസ്കോപ്പ് നിർമ്മിക്കുകയും സജിറ്റേറിയസ് എ സ്റ്റാറിൻ്റെ ആദ്യത്തെ ചിത്രം പുറത്തുവിടുകയും ചെയ്തു. ആ ചിത്രത്തിൽ കണ്ടത് ഒരു കറുത്ത നിഴലിന് ചുറ്റുമുള്ള പ്രകാശവലയമാണ്. ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി പ്രവചിച്ചതുപോലെ തന്നെയായിരുന്നു അതിൻ്റെ രൂപവും. നമ്മുടെ ഗാലക്സിയുടെ സെൻറ്റർ ഒരു കാലത്തും ശാന്തമായിരുന്നില്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ സജിറ്റേറിയസ് എ സ്റ്റാർ വലിയ തോതിൽ വാതകങ്ങളെ വിഴുങ്ങുകയും വലിയ തോതിൽ ഊർജം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. 2010 നാസയുടെ ഫെർമി ടെലസ്കോപ്പ് ഗാലക്സിക്ക് മുകളിലേക്കും താഴേക്കും 25,000 പ്രകാശവർഷം നീളമുള്ള 2 വലിയ വാതക കുമിളകൾ അല്ലെങ്കിൽ ഫെർമി ബബിൾസ് കണ്ടെത്തി. ഏകദേശം 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഗാലക്സി കേന്ദ്രത്തിൽ നടന്ന വലിയൊരു സ്ഫോടനത്തിൻ്റെയോ എനർജി ഫ്ലോയുടെയോ ഫലമാണ് ഇതെന്ന് കരുതപ്പെടുന്നുണ്ട്. അന്ന് നമ്മളിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആകാശത്ത് ഗാലക്സി കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ശക്തമായ തിളക്കം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സജിറ്റേറിയസ് എ സ്റ്റാറിന് തൊട്ടടുത്തുള്ള പ്രദേശം അങ്ങേയറ്റം ഡേഞ്ചറസ് ആണ്. അവിടെ നക്ഷത്രങ്ങൾക്ക് ജനിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. കാരണം ബ്ലാക്ക് ഹോളിൻ്റെ ശക്തി അവിടെയുള്ള വാതകങ്ങളെ നക്ഷത്രങ്ങളായി മാറാൻ അനുവദിക്കില്ല. എന്നാൽ ആ ഭാഗത്ത് വളരെ പ്രായം കുറഞ്ഞ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ എസ് സ്റ്റാർസ് ഉണ്ട് എന്ന് നമ്മൾ പിന്നെ കണ്ടെത്തി. ഇത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതിനെയാണ് ദ പാരഡോക്സ് ഓഫ് യൂത്ത് എന്ന് വിളിക്കുന്നത്. അവ അവിടെ എങ്ങനെ എത്തി എന്നത് ഇന്നും വളരെ വലിയ നിഗൂഢതയാണ്. അതുപോലെ തന്നെ ഗാലക്സിയുടെ കേന്ദ്രത്തിലെ ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യവും വലിയൊരു ചർച്ചാ വിഷയമാണ്. ഡാർക്ക് മാറ്ററിൻ്റെ കണികകൾ പരസ്പരം കൂട്ടിയിടിച്ച് നശിക്കുമ്പോൾ പുറത്തുവിടുന്ന ഗാമാറേ കിരണങ്ങൾ ഗാലക്സി കേന്ദ്രത്തിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് ഗവേഷകർ പരിശോധിക്കുന്നുണ്ട്. ഇത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് ഫിസിക്സിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരിക്കും. 300 വർഷങ്ങൾക്ക് മുമ്പ് മിൽക്കി വേ എന്താണെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. വെറും 3 മനുഷ്യായുസ്സുകൾക്കിടയിൽ നമ്മൾ ഇത്രയധികം കാര്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി. നമ്മുടെ ഗാലക്സിയുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന ഭീമൻ ബ്ലാക്ക് ഹോളിനെ നമ്മൾ നേരിട്ട് ചിത്രമെടുത്തു. നമ്മുടെ സൂര്യനും നമ്മുടെ ഭൂമിയും മനുഷ്യരുൾപ്പെടെയുള്ള ഈ ഫുൾ സിസ്റ്റവും ആ ബ്ലാക്ക് ഹോളിനെ 23 കോടി വർഷം കൊണ്ട് ഒരു വട്ടം ചുറ്റി വരുന്നുണ്ട്. നമ്മൾ ആ ബ്ലാക്ക് ഹോളിൽ നിന്ന് വേറിട്ടവരല്ല, നമ്മൾ അതുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആകാശം സുന്ദരമായൊരു കള്ളം പറയുകയാണ്. ആ കള്ളത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം നമ്മുടെ ഭാവനയ്ക്കും അപ്പുറത്താണ് എന്നതാണ് പ്രത്യേകത. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മിൽക്കി വേക്ക് എങ്ങനെയാണ് ഈ രൂപം കിട്ടിയത് എന്നതിനെക്കുറിച്ചാണ്. ഗാലക്സിയുടെ ആകൃതി എന്ന് പറയുന്നത് വെറുതെ നിശ്ചലമായിട്ടുള്ളൊരു രൂപമല്ല, മറിച്ച് അതൊരു പ്രോസസ്സാണ്. ജ്യോതിശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ വളരെ കാലം ഈ ഗാലക്സികളെ ഒരു നിഗൂഢതയായിട്ട് ആരും കണ്ടിരുന്നില്ല. ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആൻഡ്രോമീഡയിലും മറ്റ് ഗാലക്സികളിലും ഇത്തരം ആംസ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവ അവിടെയുണ്ട്, അത്രമാത്രമായിരുന്നു അന്നത്തെ ചിന്ത. എന്നാൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ശാസ്ത്രജ്ഞർ ഒരു വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടി. ഇതിനെയാണ് വൈൻഡിങ് പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം മിൽക്കി വേ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ സെക്കൻഡിൽ 230 കിലോമീറ്റർ വേഗതയിൽ ഗാലക്സിക്ക് ചുറ്റും സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗാലക്സി ഒരു കട്ടിയുള്ള ചക്രം പോലെയല്ല കറങ്ങുന്നത്. ഒരു സൈക്കിൾ ചക്രം കറങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും ഒരേ സമയം ഒരു വട്ടം പൂർത്തിയാക്കും. എന്നാൽ ഗാലക്സിയിൽ അതങ്ങനെയല്ല. കേന്ദ്രത്തിനടുത്തുള്ള നക്ഷത്രങ്ങൾ അതിവേഗത്തിലും പുറത്തുള്ള നക്ഷത്രങ്ങൾ കുറഞ്ഞ വേഗതയിലുമാണ് സഞ്ചരിക്കേണ്ടത്. ഇതിനെയാണ് ഡിഫറൻഷ്യൽ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഗാലക്സി കൈകൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഉറച്ച ഘടനയാണെങ്കിൽ എന്ത് സംഭവിക്കും?
ഉള്ളിലുള്ള നക്ഷത്രങ്ങൾ വേഗത്തിൽ ഓടുമ്പോൾ ആ കൈകൾ വലിഞ്ഞു മുറുകാൻ തുടങ്ങും. ഒരു കമ്പിൽ നൂല് കോർക്കുന്ന പോലെ അതിൻ്റെ ഈ ആംസ് എന്ന് പറയുന്ന നക്ഷത്രക്കൂട്ടം അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് പരസ്പരം കലർന്ന് ഒരു ഡിസ്ക് പോലെയായി മാറും. അതായത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഗാലക്സിയുടെ സർപ്പിള രൂപം നഷ്ടപ്പെടും. മിൽക്കി വേക്ക് ഏകദേശം 1300 കോടി വർഷം പഴക്കമുണ്ട്. ആ കാലത്തിനിടയിൽ അത് 50-60 തവണ പൂർണ്ണമായി കറങ്ങിയിട്ടുമുണ്ട്. സോ ഈ ആംസ് എന്ന് പറയുന്ന ഭാഗം വെറും നക്ഷത്രക്കൂട്ടമായിരുന്നുവെങ്കിൽ അവ പണ്ടേ അപ്രത്യക്ഷമാകേണ്ടതായിരുന്നു. നമ്മൾ ഈ കാണുന്ന സ്പൈറൽ ഗാലക്സികളെല്ലാം ഇപ്പോഴും ഈ ആംസ് വ്യക്തമായി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ആംസ് നശിച്ചു പോകാതെ നിലനിർത്തുന്ന എന്തോ ഒരു കാര്യം മിൽക്കി വേ ഉൾപ്പെടെ എല്ലാ സ്പൈറൽ ഗാലക്സികളിലും ഉണ്ട്. ഈ ഒരു മിസ്റ്ററിക്ക് 1960കളിൽ MITയിലെ സിസി ലിൻ, ഫ്രാങ്ക് ഷു എന്നീ 2 ശാസ്ത്രജ്ഞർ ഒരു ഉത്തരം കണ്ടെത്തി. ഇതിനെയാണ് ഡെൻസിറ്റി വേവ് തിയറി എന്ന് വിളിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കണം. രാത്രിയിൽ നമ്മൾ ഹൈവേയിലൂടെ കാർ ഓടിച്ചു പോവുകയാണെന്ന് സങ്കല്പിക്കുക. ദൂരെ മുന്നിലായി ഒരുപാട് കാറുകളുടെ ചുവന്ന ബ്രേക്ക് ലൈറ്റുകൾ നമുക്ക് കാണാം. അതൊരു ട്രാഫിക് ബ്ലോക്കാണ്. നിങ്ങൾ അവിടെ എത്തുമ്പോൾ വേഗത കുറയ്ക്കുന്നു. ആ ബ്ലോക്കിലൂടെ സാവധാനം നീങ്ങുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും വേഗത കൂട്ടി മുന്നോട്ട് പോകുന്നു. ഇനി ആ റോഡിന് മുകളിലുള്ള ഒരു പാലത്തിൽ നിന്ന് ഒരാൾ ഈ റോഡിൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഫോട്ടോയിൽ റോഡിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഒരുപാട് കാറുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് പോലെ കാണാം. യഥാർത്ഥത്തിൽ ആ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേക കാറുകളല്ല. ഓരോ നിമിഷവും പുതിയ കാറുകൾ അതിലേക്ക് വരുന്നു, പഴയ കാറുകൾ പുറത്തേക്ക് പോകുന്നു. പക്ഷേ ആ ബ്ലോക്ക് അല്ലെങ്കിൽ ആ തിരക്കുള്ള പ്രദേശം അവിടെ തന്നെ നിലനിൽക്കും. ഇതൊരു വേവാണ്. കാറുകൾ അതിലൂടെ കടന്നു പോകുന്ന ഒരു മീഡിയം മാത്രമാണ്. ഗാലക്സികളുടെ കൈകളുടെ അല്ലെങ്കിൽ ആംസിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഗാലക്സിയുടെ ആംസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേ നക്ഷത്രങ്ങൾ ഇരിക്കുന്നവരുടെ അല്ല, മറിച്ച് അതൊരു കംപ്രഷൻ വേവ് അഥവാ കൂടുതൽ ഡെൻസിറ്റിയുള്ള ഒരു തരംഗമാണ്. നക്ഷത്രങ്ങളും വാതകക്കൂട്ടങ്ങളും ഈ തരംഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ഗ്രാവിറ്റി കാരണം വേഗത കുറയും. ആ ഭാഗത്ത് നക്ഷത്രങ്ങൾ കൂടുതൽ അടുത്ത് വരുന്നത് കൊണ്ട് അവിടെ പ്രകാശം കൂടുതലായി തോന്നും. നക്ഷത്രങ്ങൾ ആ തരംഗം മറികടന്ന് പുറത്തേക്ക് പോകുമ്പോൾ അത് വീണ്ടും പഴയ വേഗത കൈവരിക്കുകയും ചെയ്യും. അതായത് വേവ് അവിടെ തന്നെ നിൽക്കുന്നു, നക്ഷത്രങ്ങൾ അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗിറ്റാറിൻ്റെ തന്ത്രിയിൽ ഉണ്ടാകുന്ന തരംഗം പോലെയാണിത്. തന്ത്രി അവിടെ തന്നെ ഉണ്ട്, പക്ഷേ തരംഗം അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ഈ ഡെൻസിറ്റി വേവ് തിയറി മറ്റൊരു കാര്യം കൂടി വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗാലക്സിയുടെ ആംസിന് നീല നിറം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നീല നിറത്തിൽ കറങ്ങുന്നത്? നിങ്ങൾ ഒരു സ്പൈറൽ ഗാലക്സിയുടെ കളർഫുൾ ആയിട്ടുള്ള ചിത്രം നോക്കിയാൽ ഒരു കാര്യം കാണാം. അതിൽ ആംസിന് ഒരു പ്രത്യേക നീല നിറം ഉണ്ടാവും. ഗാലക്സിയുടെ മധ്യഭാഗം സ്വർണ്ണ നിറത്തിലോ മഞ്ഞ നിറത്തിലോ ആയിരിക്കും കാണുക. ഈ നിറമാറ്റം വെറുതെ അല്ല, അതൊരു സ്റ്റെല്ലാർ സീക്രട്ടാണ്. നക്ഷത്രങ്ങളുടെ നിറം തീരുമാനിക്കുന്നത് അവിടെയുള്ള ടെമ്പറേച്ചറാണ്. ഏറ്റവും ചൂടുള്ള നക്ഷത്രങ്ങൾ നീല നിറത്തിലാണ് കാണപ്പെടുക. ഇവ വളരെ വലിപ്പമുള്ളതും എന്നാൽ വളരെ കുറച്ചു കാലം മാത്രം അതിജീവിക്കുന്നവയുമാണ്. ഉദാഹരണത്തിന് നീല നിറത്തിലുള്ള ഒരു ഭീമൻ നക്ഷത്രം ഏതാനും ദശലക്ഷം വർഷങ്ങൾ മാത്രമേ ജീവിക്കൂ. അതിനുശേഷം അതൊരു സൂപ്പർനോവയായിട്ട് പൊട്ടിത്തെറിക്കും. നമ്മുടെ സൂര്യനെ പോലെയുള്ള മഞ്ഞ നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് വർഷം അതിജീവിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു നീല നക്ഷത്രത്തെ കാണുന്നുണ്ടെങ്കിൽ അതിനൊട്ടും പ്രായമില്ല എന്നാണ് അർത്ഥം. അവ അടുത്തിടെ ജനിച്ചവയാണ്. ഗാലക്സിയുടെ ആംസിൽ നീല നിറത്തിലുള്ള നക്ഷത്രങ്ങൾ കാണപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം അവിടെ ഇപ്പോഴും പുതിയ സ്റ്റാർസ് ജനിക്കുന്നു എന്നാണ്. ഈ നക്ഷത്രങ്ങളുടെ ജനനത്തിന് കാരണം നേരത്തെ പറഞ്ഞ ഡെൻസിറ്റി വേവാണ്. നക്ഷത്രങ്ങൾക്കിടയിൽ വലിയ ഹൈഡ്രജൻ ഗ്യാസുകളുടെ കൂട്ടങ്ങളുണ്ടാവും. ഈ വാതക കൂട്ടങ്ങൾ ഗാലക്സിയുടെ ആംസിലുള്ള കംപ്രഷൻ വേവിലേക്ക് എത്തുമ്പോൾ അവ സ്ക്യൂസ് ചെയ്യപ്പെടും. ഈ ഞെരുക്കം കാരണം വാതകങ്ങൾ കൂടുതൽ ഡെൻസായി മാറുകയും ഗ്രാവിറ്റി മൂലം തകർന്ന് പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുകയും ചെയ്യും. അതായത് ഗാലക്സിയുടെ ആംസ് എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ ജനിക്കുന്ന ഒരു ഫാക്ടറി പോലെയാണ്. ഒരു വശത്തുകൂടെ വാതകം അകത്തേക്ക് കയറുന്നു, നക്ഷത്രങ്ങൾ ജനിക്കുന്നു. ആ നക്ഷത്രങ്ങൾ ആംസിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നീല നക്ഷത്രങ്ങൾ കത്തിത്തീരുന്നു. അതുകൊണ്ട് ആ ഭാഗം എപ്പോഴും നീലയായിട്ട് കാണപ്പെടും. പ്രായമായ മഞ്ഞ നക്ഷത്രങ്ങൾക്ക് ഗാലക്സിയുടെ ആംസിൽ നിന്ന് പുറത്തു കടക്കാൻ സമയം കിട്ടുന്നത് കൊണ്ട് അവ ഗാലക്സിയുടെ മറ്റു ഭാഗങ്ങളിൽ പടർന്നു കിടക്കുകയും ചെയ്യുന്നു. മിൽക്കി വേയുടെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൻ്റെ മധ്യത്തിലുള്ള ബാർ. നമ്മുടെ ഗാലക്സി വെറും ഒരു സ്പൈറൽ ഗാലക്സി അല്ല, മറിച്ച് അതൊരു ബാർഡ് സ്പൈറൽ ഗാലക്സിയാണ്. അതായത് ഗാലക്സിയുടെ നടുവിൽ ഒരു പന്ത് പോലെയുള്ള ഭാഗത്തിന് പകരം നീളത്തിലുള്ള ഒരു വര പോലെയുള്ള നക്ഷത്രക്കൂട്ടമുണ്ട്. ഏകദേശം 27,000 പ്രകാശവർഷം നീളമുള്ള ഈ ബാർ ഗാലക്സിയുടെ എൻജിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ബാർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കറങ്ങുമ്പോൾ ചുറ്റുപാടുമുള്ള വാതകങ്ങളെ ഗാലക്സി കേന്ദ്രത്തിലേക്ക് വലിച്ചടിപ്പിക്കുകയും അതിൻ്റെ ആംസിലേക്ക് തള്ളുകയും ചെയ്യും. ഈ ബാറിൻ്റെ അറ്റത്താണ് ഗാലക്സിയുടെ പ്രധാനപ്പെട്ട ആംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മിൽക്കി വേക്ക് 2 പ്രധാനപ്പെട്ട ആംസ് ഉണ്ട്, അതുപോലെ തന്നെ 2 മൈനർ ആംസും ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത്.
പെർസിയസാം, സ്കൂട്ടം സെന്റാറസാം എന്നിവയാണ് പ്രധാനപ്പെട്ടവ. നമ്മൾ താമസിക്കുന്നത് ഓറിയോൺ സ്പെർ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ ആമിലാണ്. നമ്മളൊരു വലിയ കൈയിലല്ലാതെ ഇത്തരം ഒരു ചെറിയ ശാഖയിൽ താമസിക്കുന്നത് സത്യത്തിൽ ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം വലിയ കൈകളിൽ നക്ഷത്രങ്ങൾ പലപ്പോഴും പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ജീവൻ അതിജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. സൂര്യൻ നിൽക്കുന്ന പ്രദേശം താരതമ്യേന പീസ്ഫുള്ളാണ്. ഇതിലും രസകരമായ മറ്റൊരു കാര്യമുണ്ട്. സൂര്യൻ സഞ്ചരിക്കുന്ന വേഗതയും ഗാലക്സി ആംസിലെ വേവ്സിൻ്റെ വേഗതയും ഏകദേശം തുല്യമാണ്. ഇതിനെയാണ് കോ റൊട്ടേഷൻ റേഡിയസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഗാലക്സി കൈകളിൽ പോയി ഇടിക്കാതെ വളരെ കാലം ശാന്തമായ ഒരു സ്ഥലത്ത് തുടരും. ഭൂമിയിൽ ജീവൻ ഇത്രയധികം കാലം സുരക്ഷിതമായി തുടരാൻ ഈ ഒരു ഭാഗ്യം കാരണമായിട്ടുണ്ടാകാമെന്ന് ഗവേഷകർ കരുതുന്നു. ഗാലക്സിക്ക് ആംസ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് മറ്റൊരു സിദ്ധാന്തം കൂടിയുണ്ട്. അതാണ് സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് സ്റ്റാർ ഫോർമേഷൻ. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന തരംഗം തൊട്ടടുത്തുള്ള വാതകത്തെ ഞെരുക്കി പുതിയ സ്റ്റാർസിനെ ഉണ്ടാക്കുന്നു. ഈ പുതിയ നക്ഷത്രങ്ങളും പിന്നീട് പൊട്ടിത്തെറിക്കുമ്പോൾ അടുത്ത നക്ഷത്രങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു. ഗാലക്സിയുടെ കറക്കം ഈ ജനന പ്രക്രിയ ഒരു സ്പൈറൽ ഷേപ്പിലേക്ക് മാറ്റുന്നു. മിൽക്കി വേയിൽ ഈ രണ്ട് രീതികളും ഒരേ സമയം നടക്കുന്നുണ്ടാകാം. ഗാലക്സി എന്നത് വെറും ഒരു നിശ്ചലമായിട്ടുള്ള ചിത്രമല്ല, അതൊരു മെഴുകുതിരി നാളം പോലെയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ആ നാളം ഒരേപോലെ ഇരിക്കുന്നു എന്ന് തോന്നുമെങ്കിലും അതിനുള്ളിലെ ഇന്ധനം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗാലക്സി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അണുവും ഒടുവിൽ ഇത്തരം ഗാലക്സി കൈകളിൽ ജനിച്ച നക്ഷത്രങ്ങളിൽ ഉണ്ടായതാണ് എന്ന് പറയാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഒരു സ്റ്റാർ ഫോർമേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വളരെ സുദീർഘമായ ഒരു എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗാലക്സിയെക്കുറിച്ചുള്ള എപ്പിസോഡായിരുന്നു. നമ്മൾ ഇനിയും അടുത്ത ഇതുപോലെയുള്ള ഡീപ്പ് ഡൈവുകൾ ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മുടെ കോഴ്സ് പേജ് സന്ദർശിക്കുക, ബ്ലോഗ് സന്ദർശിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ അയയ്ക്കുക, ഇൻസ്റ്റയിൽ കണക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. മിൽക്കി വേയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.